بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل وصحابة أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, തബാറക സൂറത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതിയത്. തബാറക സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് ധാരാളം തെളിവുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലാദ്യം മനുഷ്യേതര ജീവികളുടെ തെളിവുകളാണ് അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു ഉണ്ടോ എന്ന് നമ്മളോട് ചോദ്യം ഇപ്പോൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെന്ന് വിശദീകരിക്കുന്ന യുക്തിവാദികൾ മുമ്പ് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി സജീവമായി ആണും പെണ്ണും എല്ലാവരും അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ലാഭം പ്രതീക്ഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന യഥാവിധി മനസ്സിലാക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ വുജൂദും അള്ളാഹുവിൻ്റെ ഇറാദത്തും ഖുദ്റത്തും സ്ഥിരപ്പെടുത്താൻ പ്രയാസങ്ങളൊന്നുമില്ല. അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് എന്നും പാരായണം ചെയ്യൽ സുന്നത്തുള്ള തബാറക സൂറത്തിൽ അല്ലാഹു തആല ആദ്യം പഠിപ്പിച്ച തെളിവ് കഴിഞ്ഞ ദിവസം നമ്മൾ ഓതി ധാരാളം വിശദീകരിച്ചു. ആ ആയത്ത് അതാണ് അല്ലാഹു തആലാന്റെ വുജൂദിന് മനുഷ്യേതര ജീവികളിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ച തബാറകയിലെ തെളിവ്. അവലം യറൗ ഇലത്വൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന മാ യംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. യാതൊരു കണക്ഷനും ഇല്ലാതെ അന്തരീക്ഷത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ അതിന്റെ ചിറക് വിടർത്തിയും ചിറക് ചുരുക്കിയും അത് പറക്കുന്നുണ്ട്. രണ്ടവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. മുകൾ ഭാഗത്ത് നിന്ന് എത്ര ഉയരത്ത് നിന്ന് ഒരു യന്ത്രം ഘടിപ്പിക്കാൻ കഴിവുറ്റ മനുഷ്യന് അത്ര ഉയരം പോകാൻ കഴിയില്ല. ഒരു യന്ത്രത്തിന്റെ ഉള്ളിലോ യന്ത്രത്തിന്റെ സഹായത്തോടെയോ അല്ലാതെ, അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വല്ല കഴിവും ഉള്ള മുഅ്ജിസത്തോ കറാമത്തോ ഉള്ള കഴിവുള്ള ആളായിരിക്കും. വേറെ ഏതെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അങ്ങോട്ട് എത്തിയാൽ അത് അസ്തമിക്കും. വേറെയും കഴിവുണ്ടാകാലോ. സിഹിറിന്റെ കഴിവുണ്ടാകാം, ശഅബദത്ത് ജാലവിദ്യന്റെ കഴിവൊക്കെ ഉണ്ടാകാം. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് വിശാലമായ കഴിവാണ്. എന്നാലും ഇത് ഒരു ജീവിയാണ്. ആ ജീവിയെ അല്ലാഹു തആല അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിർത്തിത്തരുന്നത് നമുക്കൊരു തെളിവാണ്. എന്തിനാത് തെളിവ്? അല്ലാഹു തആല അവൻ ഉണ്ട് എന്നതിനും അവൻ നിയന്ത്രിക്കുന്നുണ്ട് എന്നതിനും സദാ അവന്റെ നിയന്ത്രണം ഉണ്ട് എന്നതിനും ആ നിയന്ത്രണവും ആ അധികാരവും ആർക്കെങ്കിലും പരിമിതപ്പെടുത്താനോ ചുരുക്കി അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ ചുരുക്കി മനസ്സിലാക്കാനോ പറ്റാത്ത ഒന്നാണ് എന്നതിനും വലിയ ഒരു തെളിവാണ്. അതുകൊണ്ടാണ് കണ്ണുകൊണ്ട് നോക്കിക്കാണാനാണല്ലോ ഖുർആൻ അത് പറഞ്ഞത്.
കേട്ട് മനസ്സിലാക്കാനല്ല. നമ്മൾ അവിടെ പറഞ്ഞിരുന്നു അവലം യറൗ ഇലത്വയിരി. ഖുർആനിൽ അവലം യറൗ എന്ന് ഒരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല, കുറേ സ്ഥലത്തുണ്ട്. പക്ഷെ അവലം യറൗ എന്ന് പറഞ്ഞിട്ട് ഇല എന്നിട്ട് പറയുമ്പോൾ നോക്കിക്കാണാനാണ്, നോക്കി പഠിക്കാനാണ്. വേറെയും അവലം യറൗ കുറെ ഉണ്ട്. അവലം യറൗ അന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹും. അതൊക്കെ ചിന്തിക്ക് മനസ്സിലാക്കാനാണ്. ആകാശത്ത് സംഭവിച്ച നെബുല സിദ്ധാന്തത്തെ പറ്റിയാണ് പറയുന്നത്. ആകാശത്തുണ്ടായി അല്ലെങ്കിൽ ഭൂമിയിലുണ്ടായി എന്ന് പറയപ്പെടുന്ന ആ വലിയ വിസ്ഫോടനം അത് ഖുർആൻ പറയുന്നുണ്ട്. അതേ രൂപത്തിൽ ആകാശഭൂമികൾ കാനത്താ റത്ഖൻ, രണ്ടും ഒന്നായിരുന്നു, ഒട്ടിയതായിരുന്നു. അല്ലാഹു തആല പറയുന്നു ഫഫതഖ്നാഹുമാ, നമ്മളാണത് പിളർത്തിയത്. വേറെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞന്റെ കഴിവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രകൃതിപരമായ പ്രതിഭാസമോ എന്ന് വിചാരിക്കുന്ന ഫഫതഖ്നാഹുമാ, നമ്മളാണത് പിളർത്തിയത്. അത് ചിന്തിച്ച് മനസ്സിലാക്കാനോ നോക്കിക്കാണാനുള്ള ഒന്നല്ല. അതേ സമയത്ത് പക്ഷികൾ പറക്കുന്നത് ആർക്കും കാണാമല്ലോ, അത് നോക്കി തന്നെ മനസ്സിലാക്കണം. അവലം യറൗ ഇലത്വയ്രി ഫൗഖഹും സാഫാത്ത്. മുകളിൽ പറക്കുന്ന പക്ഷി അത് എത്ര സ്പീഡിലാണത് പറക്കുന്നത്, എത്ര ദൂരം അത് സഞ്ചരിക്കുന്നുണ്ട്. സ്വന്തം കൂട് വിട്ട്, വീട് വിട്ട്, മക്കളെ വിട്ട് അലക്ഷ്യമായിട്ട് അലയുന്നു എന്നതിനെ പറ്റി പറയാൻ പറ്റൂല. നല്ല ലക്ഷ്യത്തോടെ വൈകുന്നേരമാകുമ്പോഴേക്ക് കുഞ്ഞുമക്കളിലേക്ക് കൂടണയുന്ന ആ പക്ഷി ആരാ അതിന് റൂട്ട് വരച്ചു കൊടുക്കുന്നത്? നിങ്ങൾ നോക്ക്, എല്ലാറ്റിനും കഴിവ് ഉള്ള മനുഷ്യൻ, ആ മനുഷ്യൻ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചാലും ആ മനുഷ്യന്റെ ഒരു കഴിവ് കുറവുണ്ട് എന്ന് ആളുകൾക്കൊക്കെ ബോധ്യമാകുന്നില്ലേ? കൃത്യമായി വിമാനങ്ങളൊക്കെ കണ്ടെത്തിയ ആളും, വിമാനം അവരെ പരിധിയിൽ നിന്ന് വിട്ടാൽ പിന്നെ വിമാനത്തിൽ വരുന്ന സിഗ്നൽ എന്താണ് സൈറൺ മുഴങ്ങുന്നത്? ഞങ്ങളെ പരിധിയിൽ നിന്നെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി അവനവന്റെ രക്ഷ സ്വീകരിക്കുക. രക്ഷാവസ്തുക്കളായി അതിൽ വെച്ചിരിക്കുന്നത് മുഴുവനും എപ്പോഴും എല്ലാ അർത്ഥത്തിലും രക്ഷിക്കാൻ പറ്റിയതാണോ? അതല്ല, അത് താൽക്കാലിക രക്ഷക്കാണ്. കപ്പലോട്ടിക്കൊണ്ടിരിക്കുന്ന കപ്പിത്താൻ എന്റെ വക്കലിൽ നിന്ന് നിയന്ത്രണം പോയി എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യാനാണ്? അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന മെസ്സേജ് കൈമാറി കൊടുക്കേണ്ട ഉപകരണങ്ങൾ തകരാറായി, റഡാർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പക്ഷിയിൽ വെച്ചിരിക്കുന്നത് ഒരു പറക്കല് മാത്രമല്ല, അതിന്റെ പോക്കും അതിന്റെ വരവും. അതിങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോ മുകൾ ഭാഗത്ത് എത്ര ഉയരത്തിലാണെങ്കിലും ഒരു തടസ്സമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ എത്ര സമയം അത് പറക്കുന്നുണ്ട്. നമ്മൾ വട്ടം ചുറ്റിയാൽ എത്ര വട്ടം ചുറ്റും? പരുന്ത് കറങ്ങും പോലെ കറങ്ങാൻ കഴിയും. ഇനി അത് മരണക്കിണറാണെങ്കിലും ശരി. അങ്ങനെ ഒരു കിണറുണ്ട് എന്നാ കേൾക്കുന്നത്, നമ്മൾ കാണാൻ പോയിട്ടൊന്നുമില്ല, അങ്ങനെ പറഞ്ഞേക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ. അതിനും ഒരു പക്ഷേ ഒരു മനുഷ്യന് മറ്റു പല മാർഗങ്ങളും സ്വീകരിക്കാമല്ലോ. മിക്ക കൺകെട്ടുകളിലും സിഹറിന്റെയും പിശാചിന്റെയും കാര്യങ്ങളില്ലാതെ നടക്കൂല എന്നല്ല, മിക്ക ചികിത്സാരികളിലും അടക്കം. അങ്ങനെ കൂടി ചേർത്തി പറയാൻ നല്ലത്. അതവർ സ്വീകരിക്കുന്നതിന്റെ കാരണം ഓൽക്കൊന്നും സംഭവിക്കാതിരിക്കാൻ. മന്ത്രിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഒരു ഡേഞ്ചർ മന്ത്രാണെങ്കിൽ അത് ശരീരത്തിലേക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. അതിപ്പോ നിങ്ങൾക്ക് പഠിപ്പിച്ചതിന്റെ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ പഠിപ്പിക്കുന്നില്ല, അത് വേറെ ഹാല. നിങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ നമുക്കത് പഠിപ്പിക്കാം. ഉസ്താദേ പറഞ്ഞാൽ തിരക്കില്ല, അല്ല ഇപ്പൊ പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട്, സ്വീകരിക്കേണ്ട ഒരു മാർഗമുണ്ട്. അത് ഹദീസിൽ തന്നെ ഉണ്ട്, മഹാന്മാർ ചൊല്ലിപ്പോരുന്നതാണ്. അതേ സമയത്ത് അതൊന്നും ഉപയോഗിക്കാതെ, നേർക്ക് നേരെ നിസ്കാരങ്ങളും കാര്യങ്ങളും വിഷയങ്ങളും ഒന്നും നടക്കാതെ ചികിത്സിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടില്ലേ? എന്താണ് അവരെ കൂടപ്പുറപ്പായിട്ടുള്ളത്? ഒന്നുമല്ല, പിശാച. പിശാചിന് അവർ സേവ അർപ്പിക്കുന്നുണ്ട്, സേവ സ്വീകരിക്കുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ചില ആൾക്കാർ മരിക്കുമ്പോൾ ലോഹിറാകും, ചിലത് ലോഹിറാകൂല, ചിലതിന് മുമ്പേ പിരിഞ്ഞിട്ടുണ്ടാവും, ചിലത് കൈമാറിയിട്ടുണ്ടാവും. അതൊരു കഴിവ് എന്നതിനെ പറ്റി പറയാനില്ല. എത്ര വട്ടം റോന്ത് ചുറ്റും പരുന്ത്, എത്ര മേൽനാണ്
എന്നിട്ട് വല്ലതും സംഭവിക്കുന്നുണ്ടോ? അപ്പൊ വഖൂഫു ത്വയ്രി ഫിൽ ഹവാ, അന്തരീക്ഷത്തിൽ പക്ഷിയുടെ ആ നൃത്തം, ഇത് നമ്മളെ ഈമാനാ വിഷയം, തെറ്റിപ്പോകാൻ പാടില്ല. ഏതെങ്കിലും ആളുകൾ സംശയിപ്പിച്ചാൽ മനസ്സിളകാൻ പാടില്ല. അല്ലാഹു തആല ഉണ്ട് എന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് സാങ്കല്പികമായിട്ടാണോ? ഈമാൻ ശരിയാകൂല. ഹഖീഖത്തൻ വിശ്വസിക്കണം. ഉണ്ടാകാം അല്ലാഹു തആല എന്നുള്ളൊരു പരമശക്തി, അങ്ങനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അല്ലല്ലല്ല, ഉണ്ട് എന്നത് ഉറച്ചു വിശ്വസിക്കണം. അതിനാണ് തബാറക സൂറത്തിൽ തെളിവ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ തെളിവാണ് ഇന്ന് നമ്മൾ ഓതിയ 23-ാമത്തെ ആയത്ത്. അത് മനുഷ്യരിലേക്കാണ് ആ തെളിവ് പറയുന്നത്. ഖുൽ ഹുവല്ലദീ അൻശഅകും, പറയൂ നബിയെ, പറഞ്ഞു കൊടുക്കൂ. രണ്ടാമത്തെ തെളിവ് ഹുവല്ലദീ അൻശഅകും, അല്ലാഹു ഉണ്ട് എന്നതിന് തെളിവ് അവനാണ് നിങ്ങളെ സംവിധാനിച്ചവൻ, അവനാണ് നിങ്ങളെ പടച്ചവൻ. നിങ്ങളെ സൃഷ്ടിക്കാൻ ഇവിടെ ഒരു കുട്ടിക്കും കഴിവില്ല. യന്ത്രത്തിന് കഴിവുണ്ടോ? മനുഷ്യനെ സൃഷ്ടിക്കാനില്ല. സത്യത്തിൽ നിങ്ങൾ നോക്ക്, ഒരു കുഴപ്പവും ഇല്ല എന്ന് വിധിയെഴുതുന്ന കുട്ടി ഒരു പക്ഷേ മരിച്ചിട്ടാണ് പോരുന്നത്. ഉപകരണം പോലും കാര്യം അറിഞ്ഞിട്ടില്ല. ജനിക്കില്ല ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ ഉമ്മ എന്ന് വിധി എഴുതിയത്. കുട്ടിക്കും ഉമ്മക്കും സലാമത്താണ്, ഒരു കുഴപ്പമില്ല. കാണുന്നതല്ലേ, നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നതല്ലേ. ഡോക്ടർമാര് പറയും ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ കഴിഞ്ഞിട്ടോ, അലല്ലാഹ് കഴിഞ്ഞു, അല്ല തീരുമാനിക്കും പോലെ വരട്ടേന്ന് ഇയാള്. അങ്ങനെ പോലെ ഇയാൾ അങ്ങനെ അല്ല തീരുമാനിക്കും പോലെ വരട്ടെ, തവക്കൽത്തു അലല്ലാഹ്. അയാൾ അങ്ങനെ ദുആഉൽ ഖർബും ചൊല്ലി അങ്ങനെ ഇരിക്കും. ഭാര്യ പ്രസവിക്കണ നേരത്ത് കൂടുള്ള ആൾക്കാരൊക്കെ ദുആഉൽ ഖർബ് ചൊല്ലണം. ദുആഉൽ ഖർബ് അറിയില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. ഈ ദുആ അങ്ങനെ ആവർത്തിച്ചു ചൊല്ലണം. പിന്നെ എന്ത് ചൊല്ലണം? ആയത്തുൽ കുർസി ഓതണം. അത് അപ്പുറത്ത് മകളോ ഭാര്യ കുട്ടികളൊക്കെ പ്രസവിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. ബടായി പൊട്ടിച്ചിരുന്നൊരു കാര്യമില്ല, ഇവിടെ അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതാണ് ചൊല്ലേണ്ടേ. അതാണ് സഹോദരിമാരൊക്കെ എപ്പോഴും സ്വീകരിക്കേണ്ട ശൈലി. അങ്ങനെയാണ്. ഇത് പഴയ കാലത്തുണ്ടായിരുന്നു. കുടിലുകളിൽ പ്രസവം നടക്കുന്നിടത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഓർമ്മ ഉണ്ടോ? ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നത് നിർവഹിച്ചിരുന്നത് നമ്മുടെ പരിസരത്തുള്ള ഉമ്മാമ്മമാരായിരുന്നു. ഇതോടൊപ്പം അവരെന്തുകൂടി ചൊല്ലും? മുഹിയുദ്ദീൻ മാലയും നഫീസത്ത് മാലയും മഞ്ഞക്കുളം മാലയും ഒക്കെ ഇങ്ങനെ ചൊല്ലും. എന്തൊരു സന്തോഷത്തിലാണ്. ഒരു ഡേഞ്ചർ കേസും ഇല്ല, ഒരു ശ്വാസതടസ്സം പോലും ആ കുട്ടിക്കില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അപ്പുറത്ത് ഹോസ്പിറ്റലിൽ ഒരു സന്തോഷത്തിന് റാഹത്തിന് ഒരു നഴ്സിനെ കൊണ്ട് നമ്മളിങ്ങനെ ടെസ്റ്റിംഗ് ചെയ്ത് ഒരു പ്രശ്നമില്ല. നിങ്ങൾ നോക്ക്, ആ സമയത്ത് നമുക്ക് ഇത് ഓതി, ഇത് സംഗതി നമ്മളിങ്ങനെ ആ സമയത്ത് അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ അർപ്പിക്കാൻ ഇത് ഓതണം. അതോടൊപ്പം തന്നെ സൂറത്തുൽ അഅറാഫിലെ 54-ാമത്തെ ആയത്ത് ഓതണം. എന്താ 54-ാമത്തെ ആയത്ത്? അതൊരു വലിയ മഹത്തുള്ള ആയത്താണ്. ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് എന്ന് തൊട്ട് തുടങ്ങുന്ന ആയത്ത്. ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവഅ അലൽ അർശ് യുഗ്ശിൽ ലൈല അൻ-നഹാറ യത്ലുബുഹു ഹസീസൻ വശംസ വൽ ഖമർ വൻ-നുജൂമ മുസഖറാത്തിൻ ബിഅംരിഹി അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. ഞാൻ നിങ്ങൾക്ക് എളുപ്പമാകാനാണ് സൂറത്തുൽ അഅറാഫ് 54 എന്ന് പറഞ്ഞത്. നമ്പർ നമുക്ക് കിട്ടാം. ഇത് മൂന്നുമാണ് ആ സമയത്ത് പരിസരത്തുള്ളവരും ഉമ്മമാരൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്. എന്തൊക്കെ ചൊല്ലണ്ട്? ഒന്ന് ആയത്തുൽ കുർസി, പിന്നെ ദുആഉൽ ഖർബ്, പിന്നെ സൂറത്തുൽ അഅറാഫിലെ 54-ാമത്തെ. ഇനി അപ്പൊ എടുക്കലും പഠിച്ചോളി. ഇത് നമ്മൾ പഠിക്കേണ്ട ഇൽമാണ്. ഇത് ഞാൻ എന്റെ സ്വന്തം വക പറഞ്ഞല്ലോ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയ കാര്യം പറഞ്ഞു. എല്ലാം ഉണ്ട് ഫത്ഹുൽ മുഈനിൽ. എന്താ അല്ലാത്തത്? ഫത്ഹുൽ മുഈനിൽ ഒരാൾ പഠിച്ചാൽ എല്ലാ ഇൽമുണ്ട്. പക്ഷെ അതിന് പഠിക്കണ്ടേ? ഉണ്ട്, കുറെ ആയത്തുകളുണ്ട്, ഓതലുണ്ട്. സുമ്മ ഖലഖ്ന നുത്ഫത ആയത്തുകളുണ്ട്. ഞാൻ 2-3 പറഞ്ഞേ ഉള്ളൂ. ഒക്കെ കൂടി നമ്മളെ തലയിൽ ഏറ്റാനാവില്ല എന്ന് 3 പറഞ്ഞു. ഇത് വളരെ മെച്ച ആയത്തുൽ കുർസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോടും മറ്റും
പ്രസവിക്കുന്ന ഒരു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രസവത്തോടനുബന്ധിച്ച് അവിടെ ഇരുന്ന് ഓതാൻ വേണ്ടി പറഞ്ഞ ഹദീസിലുണ്ട്. ആയത്തുൽ കുർസി എങ്ങനെ ഓതുക? ആയത്തുൽ കുർസി ഒരു സംഭവമല്ലേ? ആയത്തുൽ കുർസിയൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഖുർആൻ മൊത്തം അനുഭവിക്കാൻ കഴിയുന്ന, പക്ഷെ അനുഭവിക്കാൻ നമുക്ക് കഴിയണ്ടേ? ഒന്ന്, കാരണം രണ്ട് വിഷയമാണുള്ളത്. ഒന്ന്, നമ്മൾ ഓതൂല, ദായിമായി ഓതൂല, അതാണ് ഒരു വിഷയം. മറ്റൊന്ന്, ഓതാണെങ്കിൽ തന്നെ നേർക്ക് ഓതൂല. ഓതാണ് നേർക്ക് ഓതൂല, നമ്മൾ ആ ലോക്കൽ ഓത്തോതും. അങ്ങനെ വരുന്ന ഓത്തുണ്ടല്ലോ. ഇത് നമ്മൾ കരുതി ഉറപ്പിച്ച ഒരു സംഗതിക്ക് ഓതാണെങ്കിൽ അതിനെ മട്ടത്തിൽ ഓതണം. അത് നമ്മൾക്ക് ഓതുമല്ലോ. നമുക്കൊരാളിങ്ങനെ ഇന്ന ദിക്റുകൾ ചെല്ലിയാൽ മതിട്ടോ, ഇന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ സംഗതി ഇപ്പൊ ചെല്ലിയില്ലെങ്കിൽ കുടുങ്ങട്ടോ, എന്നാ അത് കൃത്യമായിട്ട് ചൊല്ലൂലേ. അവിടെ നമുക്ക് ഉറക്കോ യാത്ര പിന്നെ വിശപ്പോ ഒരു പ്രശ്നമില്ല. അതേ രൂപത്തിൽ എന്നും ചൊല്ലണം. എന്നിപ്പോ ഹദ്ദാദ് ഓതുന്ന ആള് ആയത്തുൽ കുർസി ഓതുന്നില്ലേ? നിസ്കാരത്തിന്റെ ശേഷം ആയത്തുൽ കുർസി ഇല്ലേ? എത്ര പ്രധാനപ്പെട്ട ആയത്താന്നറിയോ നിങ്ങൾ? ആയത്തുൽ കുർസി ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നമുള്ളത്? സ്വഹാബത്ത് ഒന്നല്ല. ഞാനിപ്പോ ആ ചരിത്രം വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ വർഷം ആയത്തുൽ കുർസി നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതിങ്ങനെ യൂട്യൂബിലൂടെ വന്നോ അറിയില്ല. അവിടെ ആയത്തുൽ കുർസി വിശദീകരിച്ചെന്നല്ല കാരണം. ശരി, അവിടെ പറഞ്ഞു. നമ്മൾ ആയത്തുൽ കുർസി കൊണ്ട് മാത്രം കൃഷി, അതുപോലെ തന്നെ കാരക്ക തോട്ടം, അതേപോലെ തന്നെ വീട്ടിലെ സമ്പത്ത്, വീട്ടിലെ സുരക്ഷിതത്വം, ഇതിൽ നിന്നൊക്കെ ശൈത്വാനെ പിടിച്ച് ഇറക്കിയവരാണ് സ്വഹാബത്ത്. കാരക്ക കൂട്ടത്തിന്റെ അടുത്ത് ഇങ്ങനെ എന്നും അബൂഹുറൈറയുടെ ചരിത്രമല്ല, അതൊന്നുണ്ട്. അതേപ്പോ നമ്മൾ കാര്യമായിട്ട് കേട്ടത്. മുആദ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, എന്നും ഒരാൾ ഇങ്ങനെ കാരക്ക ഏത് റൂമിൽ വെച്ചാലും അവിടെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ കിടന്നുറങ്ങാണ്. ഒരാളിങ്ങനെ കാരക്ക ഇങ്ങനെ കൂട്ടിട്ട് കൊടുത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, എന്നും ഉറങ്ങാൻ. അപ്പൊ എന്താ ഇത് പരിപാടി? വാതിലൊക്കെ അടച്ചിട്ട് പിന്നെ എങ്ങനെ ഇയാളിവിടെ ഒരു രൂപ ആള് രൂപ ഇങ്ങനെ കടന്നുറങ്ങ. അപ്പൊ അപ്പുറത്ത് വീക്ഷിച്ചു നോക്കുമ്പോ കുറച്ച് ഇയാളിങ്ങനെ തിന്നാണ്, കൊണ്ടുപോകുന്നല്ല, തിന്നെ. അപ്പൊ എത്ര തിന്നണ്? കോരി കോരി തിന്നാണ്. അപ്പൊ എന്താ ഇപ്പൊ ഇയാളെ തൊള്ള? അപ്പൊ മുആദ് റളിയല്ലാഹു മനസ്സിലായി, ഇത് സാധാ തീറ്റയല്ല, തീറ്റക്കാരനുമല്ല, ഇതൊരു വിശന്നിട്ടുള്ള തീറ്റക്കാരല്ല. ഇക്കൊല്ലത്തിൽ തിന്നു കുരു അടക്കം കളയാതെ എന്തൊരു തീറ്റത്? തിന്നെന്നാണ്, കുരുടക്കം പോയിക്കോട്ടെ തീറ്റ. അപ്പൊ ഇത് തിന്ന് തീർക്കലല്ല ലക്ഷ്യം ആണോ? അല്ലല്ലല്ല, ഇത് കിട്ടേണ്ട ആൾക്കാരുടെ എണ്ണം കുറക്കലാണ് ലക്ഷ്യം. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇതൊന്ന് ആയത്തുൽ കുർസി ഒന്ന് ഓതിയേക്കാം. ആയത്തുൽ കുർസി ഓതി അവിടെ കാണാനില്ല. അപ്പൊ പിന്നെ മഹാനവറുകൾ എന്ത് തീരുമാനിച്ചു? കാരക്ക അവിടെ അങ്ങോട്ട് വെക്കുന്നതിന് മുമ്പ് ഒരു ആയത്തുൽ കുർസി ഉണ്ട് ഓതുക, കാരക്ക വെക്കുക. പിന്നെ ആ ജാതി ഷർറന്നല്ല. കണ്ടങ്ങള്, ഇതവരെ നോക്കി നേർക്ക് നേരെ അനുഭവിക്കാണ്. ആയത്തുൽ കുർസിന്റെ മഹത്വം അനുഭവിക്കാത്തവരാരാ? അതുകൊണ്ട് നമ്മളത് അനുഭവസ്ഥരാകണം. ദുആഉൽ കർബിന്റെ അനുഭവസ്ഥനാണ് ഞാൻ എന്റെ അനുഭവം ഒന്നും വിശദീകരിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദുആഉൽ കർബ് ചൊല്ലാനല്ലേ പറഞ്ഞത്? ദുആഉൽ കർബ് എന്നതിന്റെ പേരിന്, കർബ് എന്ന് പറഞ്ഞാൽ വിഷമെന്ന പ്രതിസന്ധി, മനസ്സിങ്ങനെ പിടിച്ചു കുലുക്കുന്ന ആ രൂപത്തിലുള്ള വിഷമം. ദുആഉൽ കർബ് അങ്ങോട്ട് ചൊല്ലിയാൽ സംഗതി മുബീനാണ്, അതിൽ ഒരു സംശയവുമില്ല. പിന്നെ ആയത്തുൽ കുർസിയിലുള്ളത് സൂറത്തുൽ അറാഫിലെ 54-ാമത്തെ ആയത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ നോക്ക്, അതൊക്കെ വസീലയാക്കുന്ന ഒരു മനുഷ്യൻ നേരത്തെ ആ വിധിയെത്തൊക്കെ തിരുത്താണ്. അല്ലാഹു പറയുന്നു, ഹുവല്ലദീ അൻശാകും, നിങ്ങളെ പടച്ചവൻ അവനാണ്. പടച്ചു എന്ന് മാത്രമല്ല അല്ലാഹു ചെയ്യുന്നത്, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, വജഅല ലക്കും, നിങ്ങൾക്കവൻ സംവിധാനിച്ചു തന്നു, നിങ്ങൾക്കവൻ ഒരുക്കി തന്നു, അസ്സംഅ കേൾവിയെ, വൽ അബ്സാറ കാഴ്ചയെ, വൽ അഫ്ഇദത ഹൃദയങ്ങളെയും മനസ്സുകളെയും അല്ലാഹു തന്നു. ഇതെന്തിനാ തന്നത്? ആരാ പടച്ചത്? അല്ലാഹുവാണ്. അപ്പൊ അല്ലാഹു തആല പറയുന്നതിനാണ് ഈ ശക്തികൾ, ഈ കഴിവുകളൊക്കെ ചെലവഴിക്കേണ്ടത്. കാരണം തന്നവൻ അവനാണ്.
അവനാണ് എന്തൊക്കെ ചെയ്യണമെന്ന് പറയേണ്ടതും അവൻ ചെയ്യുന്നതാണ് കേൾക്കേണ്ടതും. ദാതാവ് അവനാണല്ലോ. ഒരു കമ്പനി നമുക്കൊരു ഉപകരണം തരികയാണ്. ആ കമ്പനി പറയുന്നു രാവിലെ 20 മിനിറ്റ് ഇത്ര ചൂടാക്കണം, പിന്നെ നിങ്ങൾ ചൂടൊഴിവാക്കണം, വൈകുന്നേരമാകുമ്പോ വീണ്ടും 20 മിനിറ്റ് ചൂടാക്കണം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറെ കാലം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിത്യം നമ്മൾ ചൂടാക്കും. കാരണം ആ വസ്തു നമുക്ക് ഉപകാരത്തിന് കിട്ടാനാണ്. എങ്കിൽ ഈ 3 കഴിവുകൾ സംഅ്, ബസർ, ഖൽബ്, ഇത് ചെറിയ കഴിവല്ല, 3 കഴിവാണ്. ഇത് റബ്ബ് തആലയാണ് തന്നത്. തന്നിട്ട് അല്ലാഹു പറയുന്നു ഖലീലം മാ തഷ്കുറൂൻ. സഹോദരങ്ങളെ, ഖലീലം മാ തഷ്കുറൂൻ, വളരെ കുറച്ച്. കുറച്ച് എന്ന് പറഞ്ഞാ പോരാ, കുറച്ച് എന്നാണ് ഈ ഖലീൽ എന്ന് പറഞ്ഞാൽ മതി. ഖലീലമ്മ, വളരെ കുറച്ചാളുകളെ, തഷ്കുറൂൻ, വളരെ കുറച്ചേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. ഈ 3 കഴിവുകളും ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കാതിരുന്നാൽ നന്ദികേടാണ്. ഉപയോഗിക്കേണ്ടതിന് നന്നായി ഉപയോഗിക്കാതിരുന്നാലും നന്ദികേടാണ്. കേൾക്കാൻ പാടില്ലാത്തത്, കാണാൻ പാടില്ലാത്തത്, ചിന്തിക്കാൻ പാടില്ലാത്തത് അത് ഇതിൽ ഉപയോഗിച്ചാലോ നന്ദികേടാണ്. ഞാൻ പറയാൻ തഫ്സീർ എന്ന് വായിക്കാം. സംഇന്റെ ഡ്യൂട്ടി എന്താണ്? എന്തിനാണ് അല്ലാഹ് കേൾവി തന്നത്? ആദ്യം മുന്തിച്ചത് കേൾവിയല്ലേ? വജഅല ലക്കും അസ്സമഅ. ഖുർആൻ എവിടെ മറിച്ചു നോക്കി ഇത് 3 പറഞ്ഞിട്ട് ആദ്യം ഏത് പറയും? എന്താ ആദ്യം പറയാൻ കാരണം? അതിൽ വലിയ മഹത്വമുണ്ട്. ആദ്യം പറയാൻ കാരണം മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്തിന്റെ ഷർത്താക്കി വെച്ച ഒന്നാണ് കേൾവി. കേൾവി വലിയ അനുഗ്രഹമാണ്. ഒറ്റ നബിയെയും അല്ലാഹു തആല, കാതുപൊട്ടനായ ഒറ്റ നബിയെയും അയച്ചിട്ടില്ല. വഖദ്ദമ സംഅ ലിഅന്നഹു ഷർത്തുൻ നുബുവ്വ. സംഇനെ മുന്തിച്ചു, കാരണം അത് നുബുവത്തിന്റെ ഷർത്താണ്. വലിദാലിക മാ ബഅസല്ലാഹു റസൂലൻ അസമ്മ. കാതുപൊട്ടനായ ഒരു റസൂലിനെയും അല്ലാഹു അയച്ചിട്ടില്ല. അയച്ചിട്ട് എന്താ കാര്യം? ജനങ്ങൾ പറയുന്നത് കേട്ടെങ്കിലല്ലേ പ്രതികരിക്കാൻ കഴിയുള്ളൂ. 3 കഴിവുകളിൽ മുന്തിച്ചതേതാ? കേൾവിയാണ്. എന്തേ കേൾവി മുന്തിക്കാൻ കാരണം? കേൾവിയുടെ കഴിവ് കാഴ്ചന്റെ കഴിവിലേക്ക് നോക്കിയിട്ട് കേൾവി കഴിവാണ് വലുത്. കാരണം കേട്ട് മനസ്സിലാക്കാൻ ഒരു മനുഷ്യന് കഴിയും. കാഴ്ച ഇല്ലെങ്കിലും ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കേൾവി ഇല്ലെങ്കിൽ എങ്ങനെ ഗ്രഹിക്കും? കാര്യങ്ങൾ ഗ്രഹിക്കണ്ടേ? കേട്ട് മനസ്സിലാക്കുക വലിയ കഴിവാണ്. കാഴ്ചയിലേക്ക് ചേർത്തി നോക്കുമ്പോൾ കേൾവിയാണ് വലുത്, കാഴ്ചയല്ല. കാഴ്ചയില്ലാത്തവർക്കും ഉൾക്കാഴ്ചയുണ്ട്. കേൾവില്ലാത്തവർക്ക് ഉൾക്കേൾവി ഉണ്ടോ? എന്ത് കേൾവി? ആൾക്കാരെന്ത് പറയും? കേൾവില്ലാത്തവനെ പറ്റി എന്താ പറയാ? പൊട്ടനാന്നറിയും. കാഴ്ച ഇല്ലാത്തവനെ പറ്റി അങ്ങനെ പറയില്ല. പറയോ? അത് ഒരു സഹതാപം, ഓനോടൊരു സ്നേഹവും, ഓനോട് അങ്ങനെ ഒരു അനുകമ്പയെ തോന്നും. കണ്ണാണില്ല, അത്രേ പറയുള്ളൂ. കാത് കുറവാണെങ്കിലും, പാപ്പാർക്കോ മറ്റോ കാത് കുറവാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോ ആൾക്കാരൊന്നും നിർത്താതെ പാപ്പാ കുറച്ച് പതുക്കെയാണ്, പറഞ്ഞാണ് കേൾക്കൂല, വലിയ ഒച്ചത്തിൽ പറയണം. നിങ്ങളിപ്പോ പറഞ്ഞെടുക്കാറാ നിൽക്കണ്ട. കേൾവി ശക്തി അല്ലാഹു നിലനിർത്തി തരട്ടെ. അതുകൊണ്ടാണ് ഹദീസിൽ ദുആയിരുന്നപ്പോഴും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുവചനം ഉപയോഗിച്ച് സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു മജ്ലിസ് കിട്ടിയാൽ തങ്ങൾ ദുആർക്കാത്ത കുറവാണ്. വലിയൊരു ദുആയാണ് ഉമത്തിഇനാ ബിഅസ്മാഇനാ വഅബ്സാരിനാ വഖുവ്വതിനാ മാ അഹ്യൈതനാ. റബ്ബേ, ഞങ്ങളെ കേൾവി ശക്തി ജീവിക്കുന്ന കാലത്തോളം നീ നിലനിർത്തി തരണം. കേൾവി ശക്തിയാണ് അവിടെയും മുന്തിച്ചത്. കാഴ്ച ശക്തിയും കേൾവിയും കാഴ്ചയും രണ്ടും നോക്കിയിട്ട് സംഇന്റെ മർത്തബയാണ്, കേൾവിയുടെ മർത്തബയാണ് ഏറ്റവും ഉയർന്നത്. രണ്ടാമത്തതാണ് കാഴ്ചന്റെ മർത്തബ. കാഴ്ച ഒരു മനുഷ്യനിൽ ഇല്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കാഴ്ച കൊടുത്ത് കാര്യങ്ങൾ റെഡിയാക്കി കൊടുക്കും. നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ് രണ്ടും രണ്ടല്ലേ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അല്ലാഹു തആലാനെ കേട്ടില്ലേ? അല്ലാഹു തആലാന്റെ കലാമ് കേട്ടില്ലേ? മൂസാ നബിക്ക് സബിക്കുന്നൊരു മഹത്വമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും ചെയ്തു,
കേൾക്കുകയും ചെയ്തു. അത് ഏറ്റവും ആലാ ദർജ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം കേട്ടല്ലോ. ആ കേട്ടപ്പോഴേക്ക് കാണാനുള്ള ആഗ്രഹം എത്രയാണ് കൂടുതലായത്. അപ്പൊ കേൾവിക്ക് കൂടുതൽ മഹത്വം ഉണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന്റെ മുമ്പും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നുബുവത്തിന്റെ മുമ്പ് കണ്ടിട്ടില്ല. മലക്കുകളുടെ ശബ്ദം കേൾക്കും. നുബുവത്തിന്റെ മുമ്പ് തന്നെ കല്ല് സലാം പറയുന്നത്, മരങ്ങൾ സലാം പറയുന്നത് കേൾക്കല്ലേ? കേൾക്കാണല്ലോ. ഒരു കല്ല് സലാം പറയുന്നത് കേൾക്കാണ്. കേൾവിക്കാണ് കൂടുതൽ മഹത്വം. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശബ്ദം നുബുവത്തിന്റെ മുമ്പും തങ്ങൾ കേട്ടിട്ടുണ്ട്. കണ്ടതെപ്പോഴാണ്? നുബുവത്തിന്റെ ശേഷമാണ്. അതേപോലെ തന്നെയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ശബ്ദം കേട്ടിട്ടുണ്ട്. കണ്ടതോ? നിങ്ങൾ നോക്കും, മലക്കുകളുടെ ശബ്ദം, മലക്കുകൾ പറയുന്ന ശബ്ദങ്ങൾ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ രൂപഭാവങ്ങൾ ശരിക്ക് നേർക്കുനേരെ കാണാൻ, ഹഖീഖത്തൻ കാണാൻ അംബിയാഇനെ കഴിയുവേറാർക്കും കഴിയൂല. കേൾക്കാനോ? കേൾക്കാൻ കഴിയും. മലക്ക് പറയുന്നത്, മലക്ക് വന്ന് ശബ്ദിക്കുന്നു പറയുന്നതും കേൾക്കാൻ കഴിയും. അത് നബിയാകണമെന്നില്ല, അല്ലാതെയും കഴിയും. ഔലിയാക്കൾക്ക് കഴിയും. അവരെടുത്ത് എത്ര വന്നിട്ടുണ്ട് മലക്ക്. ആ മലക്കുകൾ ശബ്ദിക്കുന്നത്, ആ മലക്കുകൾ ജവാബ് പറയുന്നത്, ആ മലക്കുകൾ വിളിച്ചു പറയുന്നത്. എത്ര മഹതിമാരുണ്ട്, എത്ര മഹാന്മാരുണ്ട്, ധാരാളം ആളുകളുണ്ട്. സഹാബിമാരടക്കമുള്ളവരെടുത്ത് മലക്കുകൾ വന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അവർ ശബ്ദിച്ചിട്ടുണ്ട്, കാവൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ രൂപഭാവങ്ങൾ, അവരുടെ ശബ്ദങ്ങൾ ചെറുതല്ല. അപ്പൊ കേൾവിക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. റബ്ബ് തആല പഠിപ്പിക്കുന്ന രണ്ടാമത്തെ തെളിവ്, മനുഷ്യന്മാരുടെ ജീവിതം, മനുഷ്യന്റെ കഴിവ് അത് ചെറിയൊരു കഴിവല്ല, വലിയ കഴിവാണ്. പക്ഷെ അല്ലാഹു നമ്മളോട് പറയുന്നത്, ഈ 3 കഴിവും നിങ്ങൾക്ക് തന്നു. ആ 3 കഴിവും തന്നിട്ട് അത് നിങ്ങൾ വൃഥാവിലാക്കി. ഫലം തഖ്ബലൂ മാ സമഅ്തുമൂഹു, കേൾക്കുന്നത് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല. എത്ര കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, സ്വീകരിച്ചത് എത്ര ഉണ്ട്. വലാ തബർതും ബിമാ ബസർതുമൂഹു, കാണുന്നത് കൊണ്ട് നിങ്ങൾ പാഠം ഉൾക്കൊണ്ടിട്ടില്ല. എന്തെല്ലാം കണ്ടിട്ടുണ്ട്, കണ്ടതിനനുസരിച്ച് പാഠം ഉൾക്കൊള്ളാണെങ്കിൽ മനുഷ്യൻ എങ്ങനെ ആവും? എന്തെല്ലാം കാണുന്നുണ്ട്, എന്തെല്ലാം അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ വലാ തബർതും ബിമാ ബസർതുമൂഹു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ പാഠം ഉൾക്കൊണ്ടിട്ടില്ല. വലാ തഅമ്മൽതും ഫീ ആഖിബതി മാ ഖൽതുമൂഹു, മനസ്സിലാക്കുന്നതിന്റെ പര്യാവസാനം എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ 3 അനുഗ്രഹങ്ങളും നിങ്ങൾ വൃഥാവിലാക്കി നഷ്ടപ്പെടുത്തി. അതാണ് അതിനോട് അല്ലാഹു ചേർത്ത് പറഞ്ഞത്, ഖലീലം മാ തഷ്കുറൂൻ, നിങ്ങൾ വളരെ കുറച്ചേ നന്ദി ചെയ്യുന്നുള്ളൂ, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. യഥാർത്ഥ റബ്ബിന്റെ നിഅമത്തിന്റെ ശുക്ർ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് അവന്റെ അനുഗ്രഹത്തെ തിരിച്ചുവിടലാണ്. നമ്മളെ കേൾവിയും നമ്മുടെ കാഴ്ചയും നമ്മുടെ മനസ്സും റബ്ബിന്റെ പൊരുത്തത്തിലേക്കല്ലാതെ തിരിച്ചുവിട്ടപ്പോൾ അല്ലാഹു നമ്മളോട് പറയുന്നത്, ആ നിഅമത്തിന് നിങ്ങൾ തീരെ ശുക്ർ ചെയ്തിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ ശുക്ർ ചെയ്തിട്ടുള്ളൂ. ഈ കേൾവി കൊടുക്കാൻ, മനുഷ്യനെ സംവിധാനിക്കാനും ഈ 3 കഴിവ് കൊടുക്കാനും അല്ലാഹുവിനല്ലാതെ ആർക്ക് കഴിയും? മനുഷ്യന്റെ സൃഷ്ടിപ്പിന് റബ്ബ് തആലാക്കല്ലാതെ ആർക്ക് കഴിയും? വലിയൊരു തെളിവല്ലേ? നിങ്ങൾ നോക്ക്, ആ മനുഷ്യനിൽ കൊടുത്ത ഈ 3 കഴിവ് ചെറിയ കഴിവാണ്. ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ നിങ്ങൾ നോക്ക്, മനുഷ്യന്റെ ഈ 3 കഴിവുകളിലൂടെയല്ലേ. പ്രധാനമായും ഈ 3 കഴിവുകളിൽ ഒരു കഴിവ്, ആദ്യം പറഞ്ഞ കഴിവ്, കേൾവി ശക്തി നഷ്ടപ്പെട്ടു എന്ന് കൂട്ടിക്കോളും. ഭരിക്കുന്ന ആളെ ഭരിക്കാൻ പറ്റുമോ? ഭരിക്കുന്ന ആളെ, രാജ്യം ഭരിക്കുന്ന ആളെ ഭരിക്കാൻ പറ്റുമോ? കാതുട്ടനായാല് ആരോ നിർത്തും അയാളെ ഭരണത്തിന്. എങ്ങനെ അയാൾ കേൾക്കുന്നില്ല എന്നൊട്ടില്ല, എങ്ങനെ, എന്ത് ചെയ്യും? കാര്യങ്ങൾ കേൾക്കണ്ടേ മനസ്സിലാക്കാൻ. കാഴ്ചയില്ലാത്തവനാണെങ്കിൽ അവൻ അതിന് യോഗ്യനല്ലല്ലോ, അവൻ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. മനസ്സുകൊണ്ട് കാര്യമായി ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത മജ്നൂനാണെങ്കിൽ, ഭ്രാന്തനാണെങ്കിൽ എന്ത് യോഗ്യതയുണ്ടാകും?
അല്ലാഹു തആല ഈ 3 കഴിവുകളും തന്ന് നമ്മെ അനുഗ്രഹിച്ചു. നമ്മൾ അതിന് നന്ദിയുള്ളവരാകാനാണ്. ഇനി തീരെ കേൾവില്ല എന്ന് കൂട്ടിക്കോളൂ. ജന്മനാ എങ്ങനെ കേൾവി കൊടുക്കും? കേൾവി അങ്ങോട്ട് പോയി, എങ്ങനെ കേൾവി കിട്ടും? കാഴ്ച നഷ്ടപ്പെട്ടു, എങ്ങനെ തിരിച്ച് കാഴ്ച കിട്ടും? അപ്പോ മാത്രം അറിഞ്ഞാൽ പോലെ റബ്ബിന്റെ നിയമത്തിന്റെ വലുപ്പം. അത് അർഹിച്ച രൂപത്തിൽ അത് ചെലവഴിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. തഫ്സീറിൽ നിന്ന് തന്നെ വായിക്കാം. സംഭവം കൊണ്ട് ചെയ്യേണ്ട നന്ദി എന്താ കേട്ടോളൂ. എന്തിനാണ് കേൾവി ഉപയോഗിക്കേണ്ടത്? ഇപ്പൊ കേൾവി പോകുന്നത് അനാവശ്യ, ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലേക്കാണ് കേൾവികളൊക്കെ പോകുന്നത്. കേൾവിന്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ? എന്തിനാ സമഅ് തന്നത്? അത്തഅല്ലുമു മിനൽ ഉലമാഇ, അറിവുള്ളവരിൽ നിന്ന് ഇൽമു പഠിക്കുക. ഒന്ന്, വൽ ഹുകമാഇ, മഹത്തുക്കളിൽ നിന്ന്, ആത്മജ്ഞാനികളിൽ നിന്ന് അറിവ് പഠിക്കുക. രണ്ടാമത് വൽ ഇസ്ഗാഉ ഇലൽ മൗഇള, ഉപദേശത്തിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മള് ഖുതുബ ഓതുമ്പോഴേ ഖുതുബന്റെ മുമ്പ് 2 കാര്യം പറയലുണ്ട് നമ്മളോട്. ഇസ്മഉ എന്നും പറയും, അൻസിതു എന്നും പറയും അല്ലെ? കേൾക്കും വേണം, മിണ്ടാതിരിക്കും വേണം. 2 കൂടി ഉണ്ടാകണം. മിണ്ടാതിരുന്നാൽ മാത്രം പോരാ, കേൾക്കണം. ഉറങ്ങിയാലെങ്ങനെ ഇത് അതിലേക്ക് കേൾവി വരുന്നത്? ആകെ എണ്ണിച്ചുട്ട 40 ആൾക്കാരാണ്. 40 ആൾക്കാരിൽ 10-15 ആൾക്കാർ ഉറങ്ങുകയാണെങ്കിൽ, അർക്കാനൊന്നും കേട്ടില്ലെങ്കിൽ എങ്ങനെ ഖുതുബ ശരിയാണത്? കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കാത് പോയിട്ട് അൽഹംദുലില്ലാഹ് പറയാൻ പറ്റുമോ? കേൾപ്പിക്കുന്ന രൂപത്തിൽ ഉറക്ക ഖത്തീബ് പറയണ്ട അൽഹംദുലില്ലാഹ് അല്ലേ? ഇനി ആരും കേൾക്കാതാകണ്ടെന്ന് കരുതിയിട്ട് ഒച്ച കൂട്ടാനൊരു സംഗതി, എന്നിട്ടും കേൾക്കാതെ എന്താ ചെയ്യാ? അപ്പൊ അതിനാണ് നിങ്ങൾ മൗനം പാലിച്ചാൽ മാത്രം പോരാ, ശ്രദ്ധിച്ച് കേൾക്കണം. ഖുതുബന്റെ റുക്കിനൊക്കെ കേൾക്കണ്ടേ? പിന്നെങ്ങനെ ശരിയാകണം? അതിനിങ്ങനെ ഇരുന്ന് മാശറ വിളിക്കുമ്പോ തന്നെ ഏകദേശം റെഡിയിൽ ഇങ്ങനെ ഇരുന്ന് അൽഹംദുലില്ലാഹ് തുടങ്ങുമ്പോഴേക്ക് എന്നാ പിന്നെ നല്ലതേ എവിടെങ്കിലും പോയിട്ട് ലൂറ് സ്കരിക്കേക്കും നല്ലത്. അല്ലെ ജുമാ കഴിഞ്ഞിട്ട് മുമ്പൊക്കെ ജുമാ ഷർത്തൊത്തിയില്ലെങ്കിൽ ജുമാക്ക് റെഡി ആയില്ലെങ്കിൽ ലൂറും കൂടി നിസ്കരിച്ചോളി എന്ന് പറയണ്ടല്ലോ മുമ്പ് ആലിമീങ്ങള്. അതിപ്പോ എല്ലാ സ്ഥലത്തും വേണ്ടി കോലാണ്. കാരണം ഇത് തുടങ്ങാൻ നേരേ ഉള്ളൂ. ഇനിയിപ്പോ അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ട് ആ ഹംദ് ഇങ്ങനെ പോരും. എന്നാ സ്വലാത്ത് കേൾക്കാനല്ല കുറച്ച് ആൾക്കാർ. അപ്പൊ കുറച്ചാള് ഹംദ് കേട്ട്, കുറച്ചാള് സ്വലാത്ത് കേട്ട്, കുറച്ചാള് തഖ്വല്ലാഹി കേട്ട്, ഇങ്ങനെ ആയാലെങ്ങനെ? അപ്പൊ അർക്കാനുകൾ കേൾക്കാൻ ആളുകൾ ഇങ്ങനെ തുറന്നിരുന്നെങ്കിലല്ലേ ഇത് സംഗതി ശരിയാകുള്ളൂ. വൽ ഇസ്ഗാഉ ഇലൽ മൗഇള, ഉപദേശത്തിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. വനസ്ഹുൽ ഉഖലാഇ, ബുദ്ധിമാന്മാരുടെ ഉപദേശവും കേൾക്കണം. വത്തഖ്ലീദു ലിഅഹ്ലിൽ ഹഖി, സത്യം പറയുന്ന ആൾക്കാരെ പിന്തുടരണം. അതിനുള്ളതാണ് കേൾവി. വസ്സവാബി, ശരി പറയുന്നതും. വറദ്ദി അഖ്വാലി അഹ്ലിൽ ബിദ്അത്തി വൽ ഹവാ, താന്തോന്നിത്തം പറയുന്ന, ബിദ്അത്ത് പറയുന്ന ആൾക്കാരെ വാക്ക് കേൾക്കണം, ഗണ്ണിക്കണം. കുടുങ്ങാനല്ല കേട്ടോ, ഗണ്ണിക്കാനാണ്. അപ്പൊ അങ്ങനത്തെ വല്ലതും കേൾക്കുകയാണെങ്കിൽ തന്നെ ഏത് സ്വഭാവത്തിലാണ് കേൾക്കേണ്ടത്? പറ്റിപ്പോകുന്ന സ്വഭാവത്തിൽ കേൾക്കരുത്, ഗണ്ണിക്കുന്ന സ്വഭാവത്തിൽ. അരുതായ്മകളിലേക്ക് നമ്മുടെ കേൾവിയെ കൊണ്ടുപോകരുത്. ഒരിക്കലും നമ്മുടെ കേൾവി അനാവശ്യ ശബ്ദകോശങ്ങൾ കേൾക്കാനുള്ളതാകരുത്. ഇന്ന് മിക്ക ആൾക്കാർക്കുള്ള കുഴപ്പതല്ലേ? നമ്മളൊന്ന് ഖുർആന് കേൾക്കുക, അല്ലെങ്കിൽ മദ്ഹ് കേൾക്കുക, വഅദ് കേൾക്കുക, അതിലപ്പുറം ആൾക്കാൾ ഏറ്റവും കൂടുതൽ എയിലാന്നൊന്ന് പരിശോധിച്ചു നോക്കൂ. ഉപകരണത്തിൽ പരിശോധിച്ചു നോക്കൂ. ഏറ്റവും കേൾവിക്കാരെവിടെ ഉള്ളത്? അതെ, അതിലാണ് സംഗീതം. അപ്പൊ കുറെ ആൾക്കാർക്ക് അത് ഹലാലെന്നാ തോന്നണേ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മളത് ഹലാലാക്കാനൊന്നുമില്ല. ബാദുന്നാസ് മൂല്യന്മാർക്ക് വരെ അത് ഹലാലാണ്. അല്ല, പറയാതിരിക്കാൻ പറ്റൂല. എന്താ പറഞ്ഞെഴുതിട്ട് ഹക്കല്ലേ നമ്മൾ പറഞ്ഞു? നമുക്കെന്താ കുഴപ്പം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തൂടെ നടന്നു പോകുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് ഞാൻ കുട്ടിയാണ്, ബുലൂഗായിട്ടില്ല, ചെറിയ കുട്ടിയാണ്. ഞാനും നബി തങ്ങളെ കൂടെ ഉണ്ട്. മുളവടി കൊണ്ട് ഇങ്ങനെ ശബ്ദം ഒരു കളി ഉണ്ട് അന്ന്, നമ്മളെ നാട്ടിലെ കോൽക്കളി വരും പോലെ. ആ കളി കേട്ടപ്പോ ഖാദർ പൊത്തി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
കൂടെ നടക്കുന്ന കുട്ടി നമ്മൾ ശരിക്കും കേൾക്കണം. നല്ല 1-ാം നമ്പർ ജുമാന്റെ കെട്ടും കെട്ടിയിട്ടുണ്ടാകും. അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ കുട്ടിയാണെങ്കിൽ അവിടെ ഇങ്ങനെ അല്ല ഈ തുണി കുപ്പായും വെള്ളത്തുണി കുപ്പായും തലക്കെട്ടും കെട്ടി അത്ര ഇതിന്റെ മുന്നിരുന്നാൽ തലക്ക് ഒരടി അടിച്ച് എണ്ണാത്തടിക്ക് വെള്ളമാണോ ഇക്കണോ? ഇതൊപ്പിയിട്ട് മൂപ്പരിങ്ങനെ അതിന് മൂപ്പർ തന്നെയാണ് 1-ാം തൊപ്പില് മൂപ്പരന്നെ അവിടെ, മൂപ്പരന്നെ 2-ാം തൊപ്പില് മൂപ്പരനെ മുത്തല്ലി മൂപ്പരനെ അവിടെ. എന്താ നമ്മളെ ആൾക്കാർക്ക് ഈ വിഷയത്തിൽ ഒരു കഥയില്ല. എങ്ങനെ ആൾക്കാർക്ക് ബോധം വരാന്ന് തന്നെ മനസ്സിലാകുന്നു? മനുഷ്യന്മാരെങ്ങനെ ഇതിന്റെ പിന്നിൽ പോയി ഇങ്ങനെ എത്തിക്കാപത്തിരിക്കണം? ഇപ്പൊ പലയിടത്തും ഗാനമേള. നമ്മളെ ആൾക്കാർക്ക് എന്താ അവിടെ ഗാനമേളക്ക്? എങ്ങനെ നമ്മളെ ആൾക്കാർ മുസ്ലിങ്ങൾ എങ്ങനെ അതിന് പോയി പങ്കെടുക്കണം? ആണും പെണ്ണും. പിന്നെ എങ്ങനെ അതാ ഇറങ്ങാതൊക്കെ? ചൂളംവിളി അതിലപ്പുറല്ലേ? കൈ കൊട്ട് വരെ ഹറാമല്ലേ? സർക്കശിമാൻ പറഞ്ഞില്ലേ ഷാഫി മദബില്? കൈ അല്ലോ ഏതെങ്കിലൊക്കെ ഒരു മന്ത്രി കുരാമനോ എന്തെങ്കിലൊക്കെ ഒരു MLA ഒക്കെ വന്നാൽ നമ്മളെ ആൾക്കാരോടെ കൊട്ടിനെ കൊട്ടുവെക്കിണ്ടെങ്കിൽ കൊട്ട കൊണ്ടോണോ പോലെ. അതിലെല്ലാം കണക്കാ, വലുതും കണക്കാ, ചെറുതും കണക്കൊക്കെ കണക്കാ. എല്ലാവർക്കും നിയമമല്ല. അപ്പൊ നിയമം നമുക്ക് മാത്രമേ ഉള്ളൂ. മ്യൂസിക്കായ മ്യൂസിക്കിന് യാതൊരു കണക്കുമില്ല. എല്ലാത്തിനും മ്യൂസിക്. ഒരു അർത്ഥവത്തായ ഒരു മധു കൂടി എന്ത് ചെയ്യുന്ന തോന്നിയാ സാറ് നിങ്ങൾക്കത്? അർത്ഥവത്തായ മധു ഒരു മ്യൂസിക് ഇല്ലാതെ പഴയ കാലത്തെ ആൾക്കാർ പാടിയത് ഇപ്പൊ ഇത് ചെലവാക്കാൻ അതിന് പിന്നണിയായിട്ട് ഇത് ചേർത്തി കൊടുത്തില്ലേ? കേൾക്കാൻ പറ്റുമോ? അത് നല്ല അർത്ഥവത്തായ പഴയ കാലത്ത് ഈ മ്യൂസിക്കിൽ ഒരിക്കലും പാടാത്ത നല്ല നല്ല ആൾക്കാരുണ്ടായിരുന്നു പഴയ കാലത്തെ ആൾക്കാർ. അവരന്ന് പാടിയ പാട്ടുകളുടെ ശബ്ദം ഇപ്പുണ്ട്. ആ ശബ്ദം ചെലവാക്കുന്നത് എങ്ങനെ? അത് വെച്ചിട്ടാണ്. നമ്മളെ ആൾക്കാർ ഇതിന്നൊക്കെ പരിധി വിട്ടുപോയി. ഞാൻ പറയാം, അതുകൊണ്ടൊക്കെ വലിയ ഗതികേട് വരാണ്ട് ചെറുതൊന്നുമല്ല. പിൽക്കാലത്ത് നിങ്ങൾ നോക്ക്, അബൂദാവൂദിന്റെ ഹദീസാ ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത് പൊത്തി മുളവടി കൊണ്ട് ശബ്ദിക്കുന്ന ശബ്ദം കേട്ടിട്ട്, എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ്, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് കാതിൽ നിന്ന് കൈയെടുത്തത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് നബിതങ്ങൾക്കൊരു പ്രത്യേകത എന്നറിയും. ഇതൊക്കെ പറയും, ഇതിനൊക്കെ ഉണ്ടല്ലോ മനുഷ്യനെ വളഞ്ഞ ബുദ്ധി. എന്നാ ഞാൻ പറയാ, പിൽക്കാലത്ത് മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ശിഷ്യൻ നാഫി റളിയല്ലാഹുവിന്റെ കൂടെ പോകുമ്പോ അന്ന് കേട്ടത് എന്താ പറയുക നിങ്ങൾ? ഫസമിയ സൗത മിസ്മാരിൻ. ഞാൻ അർത്ഥ ആൾക്കാർ വെച്ചോട്ടെ, അതിനോണ്ട് കുറെ വളച്ചെടുക്കാം. മൂല്യമാര് നാശായ ഒക്കെ നാശായി എന്ന് വെറുതെ പറയാ. മൂല്യമാര് ഉമറാക്കളും നേർക്കെടുക്കുന്നെങ്കിലല്ലേ ദീന് നേർക്കാവുള്ളൂ, സമൂഹം നേർക്കാവുള്ളൂ. രണ്ട് ടീം ഫസാദായ മൊത്തം ഫസാദായില്ലേ? അൽ ഉമറാ വൽ ഉലമാ. രണ്ട് കൂട്ടർ നല്ലതാണോ? ലോകം നല്ലതാണ്, നാട് നല്ലതാണ്, ദീന് കൊണ്ടെടുക്കാൻ നല്ലതാണ്. ഈ രണ്ട് കൂട്ടരിൽ ഏതെങ്കിലും ഒന്നിന് കേടുണ്ടോ? അത് കേടുണ്ടോ? ഉലമാവും ഉമറാവും രണ്ടു കൂട്ടരും നന്നാകണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോകുമ്പോ മിസ്മാറിന്റെ ശബ്ദ കേൾക്കുന്നത്. എന്താ മിസ്മാർ എന്ന് പറഞ്ഞാൽ? എന്തെല്ലാം അർത്ഥം വെക്കണം? വീണ. അതില്ലാത്തൊരു സംഗതി ഉണ്ടോ? വീണവിളി, വീണയുടെ ശബ്ദം, മ്യൂസിക്കിന്റെ ശബ്ദം. അന്ന് ഇതൊക്കെ ഉണ്ട് ഉസ്താദെ. പിന്നെ അല്ലാതെ പിന്നെ ഹദീസിലെ പണ്ഡിതന്മാർ നുണ അറിയാം. അത് കേട്ടപ്പോ മഹാനവറുകൾ പോകുന്നത് ശിഷ്യൻ നാഫി റളിയല്ലാഹു അൻഹു കൂടണ്ട്. അപ്പൊ കാത് പൊത്തി. ഉസ്താദ് കാത് പൊത്തിയപ്പോ ശിഷ്യനും പൊത്തി കാത്. അപ്പൊ കാത് പൊത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ ചെറുപ്പക്കാരനായ നാഫി റളിയല്ലാഹു അൻഹു കൈയെടുത്ത് ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് കൈയെടുത്തത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. എന്നിട്ട് പറയുന്നു, ഞാൻ ഇങ്ങനെ കാത് പൊത്താൻ കാരണം ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലൂടെ നടന്നു പോകുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ കേട്ടു. അതുള്ള സ്ഥലത്ത് പോയിട്ട് കാത് കുത്തിയതല്ല. ശബ്ദം കേട്ട നമ്മൾ പോയി വെക്കണം. എന്താണ്? അങ്ങനൊക്കെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഓല എങ്ങനെ സ്വീകരിക്കാം? നമ്മളല്ലേ ഇവിടുത്തെ ഉമറാക്കള്. നമ്മൾ തന്നെയാണ് ബാക്കിയുള്ള പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും. നമ്മൾ തന്നെ ഇതിന്റെ ആൾക്കാർ. പിന്നെ എങ്ങനെ ഇതൊന്ന് മുന്നോട്ട് പോവാ? പിന്നെ ആൾക്കാർക്ക് ഒരു നിലമ്പലി. മൂപ്പരനല്ലേ മുത്തവല്ലി, മൂപ്പരനെ തിന്നി മുത്തവല്ലി. പിന്നെ എങ്ങനെ ഇത് നന്നാകാം? നമ്മൾ ആലോചിച്ചു. കേൾവി കൊടുക്കണ്ടേ എന്തിനാ?
കേൾവി കൊടുക്കേണ്ടത് ഇതുപോലത്തെ കേൾക്കാനാണ്, ഇൽമു കേൾക്കാൻ, ഖുർആൻ കേൾക്കാൻ. ബിദഅത്തുകാരുടെ പ്രസംഗങ്ങളെങ്ങാനും കേട്ടിട്ട്, യുക്തിവാദികളുടെ പ്രസംഗങ്ങൾ കേട്ട് സംശയിക്കുന്ന ആൾക്കാർ ആരും തൊടാൻ നിൽക്കരുത്, ബട്ടൺ അമർത്താൻ നിൽക്കരുത്. റദ്ദിന് വേണ്ടിയാ കേൾക്കേണ്ടത്, അത് ഇൽമുള്ളവരാണ്. അതിന് ബോധമുള്ള ആൾക്കാർ മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇതാ തഫ്സീറാ ഞാൻ വായിക്കുന്നത്. വറദ്ദി അഖ്വാലി അഹ്ലിൽ ബിദ്അത്തി വൽ ഹവാ, താന്തോന്നികളുടെ സ്വേച്ഛതക്കനുസരിച്ച് കാര്യം പറയുന്നവരുടെ, ബിദ്അത്തുകാരുടെ ഖൗലിന് മറുപടി പറയാൻ, റദ്ദ് ചെയ്യാൻ എനിക്ക് കേൾക്കണ്ടേ? അതിന് അർഹതയുള്ള ആൾക്കാർ കേൾക്കണം, അല്ലാത്തവരെ കേൾക്കരുത്. പെട്ടുപോകും, നമ്മൾ കുടുങ്ങിപ്പോകും. പിശാച് നമ്മളെ മനസ്സിൽ ശരിയല്ലേ പറയുന്നത്, അങ്ങനെ ശരി വെക്കാൻ ഒരു കൂട്ടർ നമ്മളെ നാട്ടിലുള്ളത്. ഒരാളിങ്ങനെ പ്രസംഗിക്കാതെ, യുക്തിവാദി ആളിങ്ങനെ പ്രസംഗിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയാണോ വേണ്ടത്? അപ്പൊ നമ്മളെ കൂട്ടത്തിൽ പോയത്തക്കാരെ കേൾക്കാൻ പോയി. ശരി തന്നെ കേട്ടോ, എന്ത് ശരിയാണ് എന്ന് പറഞ്ഞ് വേറെ അയാള് മുസാഫിനെ നടക്കണ്ട നാട്ടിൽ. അപ്പൊ അതാ പറഞ്ഞു. അപ്പൊ വേറെ ആള് പറഞ്ഞു, അയാൾ ആയത്തെ കോതിട്ടാ പറഞ്ഞിട്ട്. മറ്റേ ആള് അതും ശരി തന്നെ. എന്ത് ശരിയാണെന്ന് പറയണേ? എന്നാ ഇവനറിയോ എന്താണ് ആ പറഞ്ഞത്, ആ പറഞ്ഞത് ശരിയാണോ അല്ലേന്ന്? ശറഇന്റെ അളവ് കൊണ്ട് അലക്കാൻ കഴിയണ്ടേ? ചിലര് കണ്ടില്ല, നിങ്ങൾ വാത്തോരാതെ പറയും. അങ്ങനെ പറയുമ്പോ കേൾക്കുന്ന ആൾക്കാർ വിചാരിച്ചു അതന്നെയാണ്. എന്താ തന്നെയാണ്? അത് ശരിയാണോ അല്ലേ എന്നുള്ളതിന് തിരുവാട് വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഇസ്ലാം വെച്ച ഓരോന്നിന്റെ അടിസ്ഥാനം നോക്ക് നിങ്ങൾ. അസാധാരണ സംഭവങ്ങൾ, ഇപ്പൊ എന്നിൽ നിന്ന് അസാധാരണ സംഭവം നിങ്ങൾ കണ്ടു നോട്ടിക്കോളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞു. ഈ കാണുന്ന പുഴ, ഞാൻ ഇവിടുന്ന് ഈ പുഴന്റെ മേൽക്കൂടെ എങ്ങനെ നടന്നുപോയി. അങ്ങനെ ഞാൻ ചാലിയാർ കൂടെ എങ്ങനെ പോയി കടലുണ്ടി എത്തി. കുറച്ചപ്പുറത്ത് പിന്നെയും പോയി, പിന്നെ അപ്പുറത്ത് വേറെ ഇങ്ങനെ ഞാൻ പോവാണ്. അപ്പൊ ആൾക്കാരൊക്കെ എല്ലാ ഭാഗത്തും നിന്നെങ്ങനെ നോക്കിക്കാണും. പടച്ചോനെ, പറക്കണാവൂല. എന്താവൂല? പറക്കണാവൂല. ആൾക്കാരെ പറക്കണാവൂല. അല്ലാ, പറക്കണ അയാളാവൂലേ? പിന്നെ ഇതാവൂലേ? അസാധാരണ സംഭവങ്ങൾ ഒരിക്കലും വിലായത്തിന് ദലീലല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനമാണത്. ഈ ഇസ്ലാം നിങ്ങൾ വിചാരിച്ചത് കുട്ടിക്കളിയാണ്. അസാധാരണ സംഭവങ്ങൾ ഒരിക്കലും വിലായത്തിന് വലിയന് ദലീലല്ല. കാരണം അസാധാരണത്വം എന്നത് അഹ്ലുൽ ഹക്കിൽ നിന്നും വരും, അഹ്ലുൽ ദുൽമിൽ നിന്നും വരും. ഇരുട്ടിന്റെ ആളുകളുണ്ട് ഇവിടെ, കുഫറിന്റെ ആളുകൾ, അവർക്കും അസാധാരണത്വം കളിക്കാൻ കഴിയൂലേ? ആരാ കഴിക്കാത്തത്? കല്ലായിപ്പാലം മുങ്ങിയപ്പോ മുങ്ങിയിട്ടില്ല ആൾ ഉടനടി മരിച്ചില്ലേ? എങ്ങനെ മരിച്ച്? മറ്റേ കറാമത്ത, മറ്റാൾ മുഴുകിയില്ലേ? ആളാ മുഴുകിയ. കുറച്ചുകൂടി ഉള്ളു. കല്ലായിപ്പാലത്ത് കൂടി വണ്ടി അങ്ങനെ പോണില്ലേ? നമ്മ വേറത്തെ മേലെ കയറിട്ട് ഒന്നും മുഴുകിയില്ലട്ടോ, വെറുതെ പറയാണ്. ഓനെ ടിക്കില് ഒരൊറ്റ ആക്ഷനിൽ ഓനെ തള്ളിയിട്ട് മൂത്തായില്ലേ? അത് ഇയാളെ കറാമത്ത. അതാണ് പിശാചിന്റെ കഴിവ് പറഞ്ഞത്. ഇത് കാണുന്ന സാധനം വിചാരിക്കും സംഭവട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരാളെ കാണാൻ വേണ്ടി പോയി. അയാളിങ്ങനെ എന്നെ കണ്ട പാടുണ്ട്. നിങ്ങളിപ്പോ നല്ല ലക്ഷ്യമായിട്ടാണ് വന്നത്. ഉമ്മാക്ക് സുഖല്ലേ? ഇന്നലല്ലേ ഹോസ്പിറ്റലിൽ കാണിച്ചത്? ബൈ ചാൻസിൽ ഇങ്ങനെ സംഗതി ഉണ്ടായി കുട്ടികൾ. എന്നാ പിന്നെ അയാളാരായി? പറഞ്ഞാ നിങ്ങൾ അയാളാരായി? ഇതിനൊക്കെ വല്ല അടിസ്ഥാനമുണ്ടോ സഹോദരങ്ങളെ? ഒരാളെ അങ്ങനെ പോയി ചോദിച്ചപ്പോ ഞാൻ ആ മുറാദോടെ വന്നതും തലേന്ന് അമ്മാനും കാണിച്ചിട്ടുണ്ട്. എന്നാ അപ്പ പറഞ്ഞ ആളാരായി? ഇതാവൂല. വലിയ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ അയലാ ദർജയാണ്. അസാധാരണ സംഭവങ്ങൾ തെളിവല്ല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞേ കാണാം. ഒരു മനുഷ്യൻ ഹവയിലൂടെ, അന്തരീക്ഷത്തിലൂടെ ചമ്രം പടിയിട്ടിരിക്കുന്ന നിങ്ങൾ കണ്ടത്. ലൗ റഅയ്തും റജുലൻ ഖത്തറബ ഫിൽ ഹവാ, നിങ്ങൾ ഒരാളെ കാണുന്നത് അന്തരീക്ഷത്തിൽ ചെമ്പരം പടിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോ പക്ഷിയുടെ അത്ഭുതം പറഞ്ഞില്ലേ? ഒരു ഉപകരണവും ഇല്ല. ആൾക്കാർ നോക്കുമ്പോ ഇയാൾ ഇങ്ങനെ ഹവയിലിരിക്കുന്നു. പടച്ചൻ, ആള് 10,000കണക്കിന് ആൾക്കാർ തടിച്ചു പിടിക്കാണ്. ആൾക്കാർ തയന്നിങ്ങനെ കുസ്തു ഔലല്ലാതെ അങ്ങനെ ആവൂലട്ടോ. എന്താ നിങ്ങൾ പറയുന്നത്? കുറെ സുഫാക്കൾ പറഞ്ഞു ഔലെന്ന് പറഞ്ഞാ പോരാ, കുത്തുബുല്ല എങ്ങനെ പറയണ്ടേ? പിന്നെ അതിന്റെ പേരിനൊരു കണക്കുണ്ടാവില്ല. നോക്കിട്ട് എന്ത് പേരപ്പൊ കൊടുക്കണ്ടേ? കുത്തുബുൽ ഹവാന്ന് കൊടുക്കണം. ഹവയിലെ കുത്തുബുൽ. ആൾക്കാർ ഇതിങ്ങനെ പറയാം. യഥാർത്ഥത്തിലേ അങ്ങനെ വല്ല കഴിവുള്ള ഒരു ആൾ ഇപ്പുറത്ത് വന്നാലേ മറ്റാൾ മുട്ടുങ്കാല് വർക്കാൻ തുടങ്ങും.
അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ മത്സരിക്കാൻ വന്ന എത്ര ആൾക്കാരാ? ബുദ്ധിമാന്മാരാണ് അവര്. ഫിർഔന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന ബുദ്ധിമാന്മാരായ സാഹിര്യങ്ങളാണ്. പിന്നെ ബാക്കിയുള്ളത് ബുദ്ധി കുറഞ്ഞോലാ. ഈ ബുദ്ധിമാന്മാരായ ആൾക്കാര് 10ഉം 100ഉം അല്ല, ആയിരക്കണക്കിന് 4000 ചില്ലാനം വരുന്ന മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 40,000-ലധികം വരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ കൂടി ഫാൽക്കോ ഹിബാലഹും ഇസുയ്യഹും, അവരുടെ വടിയും കയറും ഒക്കെ ഇട്ട് എന്നിട്ട് അവർ പറഞ്ഞു വഖാലൂ ബി ഇസ്സത്തി ഫിർഔന ഇന്നാ ലനഹൽ ഗാലിബൂൻ, ഫിർഔന്റെ ഇസ്സത്തുണ്ട് നമ്മൾ ജയിക്കുന്നയും. മുദ്രാവാക്യം ബി ഇസ്സത്തി ഫിർഔൻ ഇന്നാ ലനഹൽ ഗാലിബൂൻ, ഫിർഔന്റെ ഇസ്സത്തുണ്ട് നമ്മൾ ജയിക്കുന്നയും. ഇതിങ്ങനെ സംഭവിക്കുമ്പോ ഫൗജസ ഫീ നഫ്സിഹി ഖീഫത്തൻ മൂസ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉള്ളിൽ നിങ്ങൾ നോക്ക്, ജനങ്ങൾ 10,000-കണക്കിന് ജനങ്ങൾ, അവരെ കണ്ണു മുഴുവനും കെട്ടിയിരുന്നിങ്ങനെ എഞ്ഞ് മുന്നോട്ട് പോകാൻ തുടങ്ങി. അത് അക്ഷരാർത്ഥത്തിൽ പാമ്പാണെന്ന് എല്ലാവരും കൂക്കി വിളിച്ച് ആർത്തട്ടഹസിച്ചു. ഒരു ഭാഗത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ, കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. സഹായിക്ക് ഹാറൂൻ നബിയുണ്ട്, ചില്ലറ വിശ്വാസികളുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൽബിൽ നഫ്സിൽ ചെറിയൊരു ഉൾഭയം വന്നപ്പോഴേക്കന്നെ ഖുൽനാ ലാ തഖഫ്, പേടിക്കരുത് മൂസാ നബിയെ, ഇന്നക അൻതൽ അഅല, നിങ്ങളാണ് മേലെ, ഒട്ടും പേടിക്കരുത്. ആ പേടി വാക്കണം മനസ്സിന്, ധാരണ പോലും പറ്റൂല. നിങ്ങൾ ഉയരത്തിലല്ലേ, നിങ്ങളെ ഞാനല്ലേ റസൂലാക്കിട്ട് അയച്ചത്, പിന്നെ നിങ്ങളെ അയിമ പേടിക്കണത് എങ്ങനെ? നിങ്ങളെ കയ്യിലുള്ളത് അങ്ങോട്ടിടി. മൂസാ നബി അലൈഹി സ്വലാം എന്താണ് അക്ഷരാർത്ഥത്തെ അവർ നോക്കുമ്പോ കാഴ്ചക്കാർ മുഴുവനും കാണുന്നത് ശരിക്കൊരു വടി. ആ വടി, ആ മൈതാനത്ത് എത്ര വടികളും കയറുകളും അവരിട്ടിട്ടുണ്ടോ അത് മുഴുവനും ഇത് വിഴുങ്ങിയിട്ട് മൂസാ നബി അലൈഹി സ്വലാം അങ്ങ് പിടിച്ചപ്പോ വടി തന്നെ. പിന്നെ മറ്റേതൊക്കെ അവിടെ പോയി. അപ്പോഴാണ് ബുദ്ധിമാന്മാർക്ക് കാര്യം തിരിഞ്ഞു, ബുദ്ധിയുള്ളവർക്ക് തിരിഞ്ഞു. നമ്മളെടുത്ത പണി മുഴുവൻ ബാത്തിലായി. മൂസാ നബിയോട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത പണി ഉണ്ടല്ലോ, സിഹറാണത്, ജനങ്ങൾക്ക് നടക്കും, ഇതിന്റെ അടുത്ത് നടക്കൂല. ആ ചമ്രം പടിയിട്ടിരിക്കുന്ന ആളെ അതിനേക്കാളും അയലാ ദർജയുടെ ഒരാൾ വന്ന ഞങ്ങൾ കുട്ടിയാൾ തായോട്ട് പോകും, തായോട്ട് വീയും. തായോട്ട് വീയും, പിന്നെ പെറുക്കാണ്ടാവില്ല. അങ്ങനത്തെ ഒരാളെ കണ്ടാൽ ഔ യംശി അലൽ മാ, വെള്ളത്തിലൂടെ നടന്നു പോകുന്ന ആളെ കണ്ടാൽ ഫലാ തഖ്തദൂ ബിഹി, പിൻപറ്റി പോകരുത്, പിന്നാലെ കൂടി പോകരുത്. ഹത്താ തറൗ സുൻഅഹു ഇൻദൽ അവാമിരി വന്നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകളിലും അള്ളാഹുവിന്റെ വിരോധനകളിലും എങ്ങനെയുണ്ട് ജീവിതം എന്ന് നോക്കുന്നത് വരെ. അതിന് അല്പജ്ഞാനികളായ ആൾക്കാർ പോയി കുടുങ്ങിയിട്ട് അതും അങ്ങനെ ഇതും എങ്ങനെയെന്ന് പറയില്ലേ, നിസ്കരിച്ചിട്ടുണ്ടാർന്നാൽ പടച്ചോൻ അത് നിങ്ങൾക്ക് അറിയില്ല. അത് മക്കാമുസാബിയാണ്. എന്ത് മക്കാമുസാബി പറഞ്ഞ അടിയർ കൊടുത്താൽ മക്കാമുസാബിക്ക് മാറുത്തായോട്ട്. കേൾക്കുന്ന ആൾക്കാരോടെ ഓരോ പൊട്ടന്മാരാക്കണ്ടേ, അതിന് വിവരമില്ലാത്തോണ്ടെന്ന് അത് നിങ്ങൾക്ക് അറിയില്ല. ഷെയ്ഖ് ഇപ്പൊ ഫനാന്റെ ഫനാലെ ഈ ജാതി വർത്തമാനം പറഞ്ഞാൽ പൊട്ടീസ് ഉണ്ടാക്കല്ലേ. നിസ്കാരം ഒഴിവാകുന്ന ഒരു മക്കാമുണ്ടെങ്കിൽ ലോകത്ത് അങ്ങനത്തെ ഒരു മക്കാം ഉണ്ടാകേണ്ടത് ആർക്കാ? ഒന്ന് ചിന്തിക്കൂ സഹോദരങ്ങൾ, ആർക്കാ ഉണ്ടാകേണ്ടത്? സയ്യിദുൽ വജൂദ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ ഒരു മക്കാമിലേക്ക് ആരെങ്കിലും കയറിയിട്ടുണ്ടോ? ഏറ്റവും വലിയ മക്കാം, എല്ലാ മക്കാമും തങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. ഒരു മക്കാം ഒഴിവില്ല. ലോകത്ത് എത്ര സ്ഥാനങ്ങളുണ്ടോ സ്ഥാനങ്ങളൊക്കെ കീഴടക്കിയ നേതാവാണ്. ഒരിക്കൽ പോലും തക്ലീഫിന്റെ റുത്തുബയിൽ നിന്ന് തെറ്റിയിട്ടില്ല. അങ്ങനെ തെറ്റേണ്ട ഒരു സന്ദർഭമുണ്ടോ? മക്കാം ഇങ്ങനെ മുകളിട്ടെത്തുമ്പോ ജദുബിന്റെ ഹാലിൽ ഒരു പക്ഷേ തീരെ ഈ സംഗതികളൊന്നും ഉണ്ടായില്ല എന്ന് വരും. എന്നാ അവരെ കൂടണ്ടെന്ന് ഇപ്പുറത്തും പറഞ്ഞിട്ടുണ്ട്, അതും കേൾക്കണ്ടേനി. ഓലെ തള്ളി പറയും വേണ്ട, ഓലെ കൂടും വേണ്ട, ഓലെ അങ്ങോട്ട് വിട്ടേക്കണം. അങ്ങനല്ലേ മഹാന്മാരൊക്കെ പഠിപ്പിച്ചത്. അഥവാ അവർ വിഷയങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് വല്ലതും തോന്നിയാല് നിങ്ങൾ ഓലെ വിട്ടേക്കണം. പിന്നെ ഓലെ കൂടെ പോയാൽ പിന്നെ എന്താ ചെയ്യണത്? വിടാൻ പറ്റൂല. പിന്നെ ആൾക്കാർ കുടുങ്ങിയില്ലേ. അങ്ങനത്തെ ആൾക്കാർ പിന്നാലെ പോകരുത്. ഓലെ വിട്ടേക്കും, ഓലെ വിട്ടേക്ക്, നിങ്ങളെ പഠിക്കുന്നു. ഇനി ആൾക്കാർ ഒഴിഞ്ഞു കൊടുക്കണ്ടേ.
അപ്പൊ കേൾവി അല്ലാഹു തആല തന്നത് കേൾക്കാൻ പറ്റിയത് കേൾക്കാനാണ്. കാഴ്ച തന്ന എന്തിനാ നോക്കിയോളി. വമിൻ വളായിഫിൽ അബ്സ്വാരി അൻനദുറു ഇലൽ മസാഹിഫി, മുസ്ഹഫിലേക്ക് നോക്കണം. എന്തിലേക്ക് നോക്കണം? മുസ്ഹഫിലേക്ക് നോക്കണം. നിങ്ങളെ ഞാൻ മുമ്പും ക്ലാസ്സിൽ പറഞ്ഞു, മുസ്ഹഫ് ഉള്ളിടത്ത് മുസ്ഹഫ് തന്നെ നോക്കി ഓതണം. ഏയ് മുസ്ഹഫ് ഉള്ളിടത്ത് എന്ത് നോക്കി ഓതരുത്? മൊബൈൽ നോക്കി ഓതരുത്. കാരണം അത് മുസ്ഹഫ് അല്ല. നിങ്ങൾ പറഞ്ഞ മനസ്സിലാണ്ടോ? അത് മജ്മുഅത്ത് കുത്തുബാണ് അല്ലേ? അതിൽ മുഹിദ്ദീമാലുണ്ട്, പിന്നെ ദിഫായിമാലുണ്ട്, സിറാജുണ്ട്, സുന്നി വോയിസ് ഉണ്ട്, റിസാലുണ്ട്. എല്ലാ ആപ്പ് മുഴുവനുണ്ട്. എത്രത്തോളം ആപ്പ് ഈ നാട്ടിൽ വാങ്ങണതൊക്കെ ഉണ്ട്. ഒരു നാട്ടില് ഒരാൾ അങ്ങോട്ട് ഒരു മെസ്സേജ് തന്നെ വിട്ടാല് അത് ഇങ്ങനെ കറങ്ങി ഒരു കുറഞ്ഞ ടൈമിനുള്ളിൽ തീരുമ്പോ എത്ര ആളത് കാണുന്നത്? 10,000 ആൾക്കാർ അല്ലേ? അതൊക്കെ കൂടിയതാണ്. അത് മുസാഫ് അല്ലല്ലോ. അതിങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കൂട്ടത്തിലൊന്നും. ഇനി നമുക്ക് എപ്പോഴെങ്കിലൊക്കെ യാത്രയിലോ മറ്റൊക്കെ ഓതണ്ടി ചെല്ലണ്ടിയൊക്കെ വന്നാൽ മുസാഫ് എടുക്കാൻ പ്രയാസമുള്ള സ്ഥലമാണ്. ഒരു മരിച്ച വീട്ടിൽ ചെന്നു തെറ്റില്ലാതെ യാസീനോ, അതിന് വലിയ സഹായമാണ് അല്ലേ? കാരണം അവിടെ ഒരു പക്ഷെ ഉള്ളു ഉണ്ടാവില്ല നമുക്ക്, അല്ലെങ്കിൽ മുസാഫ് ഉണ്ടാവില്ല എടുക്കാൻ. എന്നാ പിന്നെ അവിടെ തെറ്റില്ലാതെ ഓതാൻ ഇതൊരു സഹായമാണ്. അത് തീർത്തും അങ്ങനെ നിന്നോട്ടെ. പക്ഷെ മുസാഫിലേക്ക് നോക്കാന്ന് പറഞ്ഞാൽ ഏതാ? അത് മുസാഫിലേക്ക് നോക്കാം. അപ്പൊ അത് ഞാനത് പറയാൻ കാണുന്നത്, വെള്ളിയാഴ്ച നമ്മൾ പള്ളിക്ക് എത്തിയിട്ടും പാപ്പാരൊക്കെ വഖഫ് ചെയ്ത ചെത്രയും മുസാഫ് ഉണ്ടായിട്ട് കാണാം. അവിടെ ഇതും മാന്തിച്ചു പറഞ്ഞാണ്ട് അതിന്റെ അർത്ഥം മടി മഹാമടിയാണ്. അവിടെ മുസാഫിനെ എടുത്തു ഇല്ലേ? നിങ്ങൾ കണ്ടില്ലേ അല്ലേ? സാധാരണ അല്ലേ? അവിടെ നമ്മൾ ഓർക്കൊക്കെ ഒരു മുസാഫ് ഉണ്ട് എടുക്കുന്ന ഓതി തീരുമ്പോൾ പറഞ്ഞു ഞാൻ കൊണ്ടുവച്ചോണ്ട്. ചിലപ്പോ മുട്ടുക ഒരു ഇടങ്ങേറായിട്ട് നീച്ച ഊരക്ക് ഇടങ്ങേറായിട്ട് നീച്ചാക്കിയ കാരണം അതൊന്നല്ലത്. അതങ്ങനെ ശീലാക്കാൻ ആൾക്കാർ. പക്ഷെ അതിന്റെ ആ സ്ഥാനക്കുറവ് നമ്മൾ മനസ്സിലാക്കണം. മുസാഫിർ അത് തൊടാൻ പറ്റുന്ന വിലമാ അങ്ങനെയുള്ള മസല പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അഫ്ളല് നല്ലത് ഉള്ളു ഉണ്ടാകുക തന്നെയാണ് അതിനും. കാരണം ഓതുന്നത് മുസാഫ് ആയതുകൊണ്ട്. മൊബൈൽ ഡിസ്പ്ലേയിൽ പലതും ഉണ്ടല്ലോ. പിന്നെ അതിനിപ്പോ ഒരു ഖുർആനിന്റെ ഒരു എഴുത്ത് എന്ന് പറയാൻ പറ്റുന്ന ഒരു രൂപത്തിലല്ലല്ലോ അതുള്ളത്. ഖുർആൻ ഇപ്പൊ അതിലേക്ക് നോക്കിയത് തെറ്റില്ലാതെ ഓതാൻ പറ്റും. ആ ഒരു സഹായമാണ് അതുകൊണ്ട് കിട്ടുന്ന വലിയൊരു സഹായം. അതിന് മുസാഫ് എന്ന് നമ്മൾ പറഞ്ഞുവിടാം. കാരണം മുസാഫ് ഉണ്ടോ വെച്ചാൽ ഇതെല്ലാം എടുത്തു കൊടുക്കില്ലേ? പലതും ഉള്ളതാണത്. പലതും ഉണ്ട് എന്നുള്ള നിലക്കുള്ള ഹുക്മ ഞാൻ പറഞ്ഞത്. പലതും ഉണ്ടല്ലോ അതിൽ. ഇനിയിപ്പോ ഒരു മൊബൈലിൽ മുസാഫ് മാത്രമേ ഉള്ളൂ എങ്കിലും അതും ഇപ്പൊ ഒരു മുസാഫ് എന്ന് പറയാൻ പറ്റൂല അതിന്. കാരണം അത് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണുന്ന രൂപത്തിലല്ലല്ലോ മുസാഫ് പോലുള്ളത്. അതൊരു മറവിലല്ലേ? അതിങ്ങോട്ട് നിൽക്കിയാ പിന്നെ അത് അസ്തമിച്ച രൂപത്തിലുള്ളത് ഉള്ളിലാണ്. അപ്പൊ അതിങ്ങനെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ വരാന്നേ ഉള്ളൂ. സൗകര്യത്തിന് വേണ്ടി തൊടാം എന്നാണ് പണ്ഡിതന്മാര് ഫത്വ കൊടുത്തതിന് പ്രത്യേക ഉളു വേണമെന്നില്ല. സൂക്ഷ്മ നല്ല അങ്ങനെ തന്നെയാണ്. ജലാലയിന് പോലും തൊടാൻ ഉളു കൊടുക്കലാണ് സൂക്ഷ്മത എന്നല്ലേ മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തി. ജലാലയിനിൽ ആകെ 2-3 ഹർഫേറ്റ് ഖുർആനിലേക്കാൾ അധികമുള്ളൂ. അത്രേ ഉള്ളൂ. സ്വാവി അടക്കമുള്ള ജലാലയിന് മാത്രമുള്ള തഫ്സീർ, ജലാലയിന് മാത്രമുള്ളത്. അപ്പൊ അത്രയും കരുതണം എന്നാ അതിന്റെ അർത്ഥം. ഇരിക്കട്ടെ, മുസാഫിലേക്ക് നോക്കാനാണ് കണ്ണ്. കുത്തുബുദ്ദീനി, ദീനിന്റെ കിതാബുകൾ നോക്കണം, ദീനിന്റെ ഗ്രന്ഥങ്ങൾ. അല്ലാത്തത് നോക്കരുത്. നമുക്ക് വായിക്കാൻ പറ്റിയ മാസികകളും വാരികകളും ദീന് പഠിക്കാൻ പറ്റിയ ധാരാളം ഉണ്ട്. എന്നാ അതിലേക്കൊന്നും നോട്ടല്ല. വേറെ കുറെ വാരികളും മാസികകളും ഇറങ്ങുന്നുണ്ട്. അത് നന്നായി നോക്കും ചെയ്യും. അത് അഥവാ ഒരു ബെഡോ മറ്റോ ഏതെങ്കിലും കുട്ടികൾ പൊന്തിച്ചു നോക്കിയാല് പടച്ചോനെ ഉമ്മ വായിക്കരുതാ എന്ത് ഉമ്മ വായിക്കണ മാസിക പേരിപ്പോ ഇതിലൂടെ പറഞ്ഞാൽ എല്ലാവരും കേൾക്കരുതിട്ടും ഒരു ഇടങ്ങേറുണ്ട് എനിക്ക്. കുട്ടി പൊന്തിച്ചു നോക്കി, 4ാം ക്ലാസ്സിലെ കുട്ടി ബെഡ് ഇങ്ങനെ പൊന്തിച്ചു നോക്കിയാണ് നോക്കുക. പൊന്തിച്ചു നോക്കുമ്പോ അതിന്റെ അടിയിൽ നിന്ന് കുറച്ച് മാസികകൾ വീണു. ആ മാസികയിലെ ഓരോ ചിത്രം കണ്ട് കുട്ടികൾ നോക്കുക. ഇങ്ങനെ ഇത് സംഗതി അല്ലോ ഉഷാറുണ്ടല്ലോ. അപ്പൊ നോക്കുമ്പോ ഇതൊരു നിലക്കും നമ്മള് കാണാനും കുട്ടികൾ കാണാനും പറ്റാത്ത രീതിയിലുള്ള മാസിക, അങ്ങനത്തെ മാസിക ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അത് വായിച്ചാൽ എങ്ങനെ? അത് നോക്കാനുള്ള എല്ലാം കണ്ട്. മആബിദിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രങ്ങൾ കാണുമ്പോൾ നോക്കണം, അതിനുള്ള കണ്ണ്. മസാലിക്കിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾ ഇങ്ങനെ പോകുന്ന വഴി കണ്ടാൽ അത് നോക്കാൻ. വൈലാ വുജൂഹിൽ ഉലമാഇ, മഹാന്മാരുടെ പണ്ഡിതന്മാരുടെ മുഖത്തേക്ക്. വസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ. വൽ ഫുഖറാഇ വൽ മസാകീൻ, സാധുക്കളുടെയും മിസ്കീന്മാരുടെയും മുഖത്തേക്ക്. ബിഐനിർ റഹ്മ, റഹ്മത്തിന്റെ കണ്ണുകൊണ്ട് നോക്കാൻ. വൽതിഫാത്തിൽ മുഹ്സിനീനൽ മസ്നൂആതി, ഗുണം ചെയ്ത ആൾക്കാർ അല്ലാഹു തആല സംവിധാനിച്ചു തന്ന ഭൂമിയിലെ സംവിധാനങ്ങൾ, അള്ളാഹുവിലേക്കുള്ള തെളിവുകളല്ലേ ഈ വെള്ളം, ഈ
ചരാചരങ്ങളൊക്കെ അതൊക്കെ നോക്കി പഠിക്കാൻ. വനദരി അസ്ഹാബിൽ യമീൻ വഅർബാബി ശൗഖി വദ്ദൗഖി വൽ ഹനീൻ ഇലാ ഗൈരി ദാലിക്. അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്ന മഹാന്മാര് ഓരോ അടയാളങ്ങൾ കാണുമ്പോഴും അവർ നോക്കി മനസ്സിലാക്കും. നോക്കി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഉള്ളതാണ് കണ്ണ്. വഫിദ മനസ്സെന്തിനാണെന്നറിയോ? അൽ ഫിക്റു ഫീ ജലാലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്വത്തെ പറ്റി ചിന്തിക്കാൻ, അള്ളാഹു തആലാന്റെ സൗന്ദര്യത്തെ പറ്റി ചിന്തിക്കാൻ, അള്ളാഹുവിന്റെ ഗുണം. നിങ്ങൾ നോക്ക്, എത്ര നമ്മൾ തെറ്റ് ചെയ്തിട്ടും ആ തെറ്റ് മറപ്പിക്കുന്നവനല്ലേ അള്ളാഹു തആല അല്ലേ? നമ്മൾ ചെയ്ത തെറ്റ്, ഒരു തെറ്റെങ്ങാനും പുറത്ത് അള്ളാഹു തആല വെളിവാക്കിയിട്ടുണ്ട്. എത്ര വലിയ അല്ലാമുൽ ഗുയൂബാണ് റബ്ബ്. എത്ര സൂക്ഷ്മമായി ചെറുതും വലുതും ചിന്തിക്കുന്നൊക്കെ അറിയാം. പക്ഷെ നമ്മൾ ആ ഐബ് അള്ളാഹു തആല മറച്ചു വെക്കുന്ന അള്ളാഹ് എത്ര വലിയ ഗുണ ചെയ്യുന്നത്. ഒരു നേരം പോലും നിസ്കരിക്കാത്തവനും ഇബാദത്ത് എടുക്കാത്തവനും അള്ളാഹു വിശ്വസിക്കാത്തവനും ഭക്ഷണം കൊടുക്കുന്നത്, ആയുസ് കൊടുക്കുന്ന, ആരോഗ്യം കൊടുക്കുന്ന അള്ളാഹു തആലല്ലേ. അവന്റെ ഗുണമുണ്ടോ വിവരിച്ചാ തീരുന്നത്? ദുനിയാവിൽ അള്ളാഹു തആല കൊടുക്കുന്ന ഗുണത്രേ, ആഖിറത്തിൽ കൊടുക്കുന്ന എത്ര. വൽ ഖൗഫി, പേടിക്കാനുമുള്ളതാണ് ഖൽബ്, അല്ലാഹുവിനെ ഭയക്കാനുള്ളതാണ് ഖൽബ്. വറജാഇ, അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാനുമുള്ളതാണ്. വൽ മഹബ്ബത്തു ബിഹി, അല്ലാഹുവിനെ സ്നേഹിക്കാൻ. വൽ ഇഷ്തിയാഖ് ഇലാ ലിഖാഇഹി, അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കാനുള്ള ഖൽബ്. വൽ മഹബ്ബത്തു ലി അംബിയാഇഹി വ ഔലിയാഇഹി, അംബിയാക്കളെയും ഔലിയാക്കളെയും സ്നേഹിക്കാനുള്ളതാണ് ഖൽബ്. വൽ ബുഗ്ദി ലി അഅദാഇഹി, അതിനാണ് ഖൽബ്. അല്ലാഹുവിന്റെ എതിരാളികളോട് വെറുക്കാൻ. വെറുക്കാന്ന് പറഞ്ഞാൽ ഓലെ കാണുമ്പോഴൊക്കെ ഓലെ പുറത്ത് നാലടി അടിക്കണം എന്നല്ല, ഓലോടൊരു സ്നേഹപരമായ സമ്പർക്കം ആവശ്യമില്ല എന്നാ പറഞ്ഞു. അതാ ഇജ്ജ് കാഫിറാണ്, ഇജ്ജ് പോ, അതിനവിടെ കാണാൻ പറ്റൂല, അങ്ങനല്ല. നമ്മൾ ഓലോടൊരു ദേഷ്യത്തിന്റെ കണ്ണുകൊണ്ട് നോക്കാനല്ല, പിന്നെ നമ്മളെ ഖൽബ് ഓൽക്ക് മഹബത്തായി കൊടുക്കരുത്. മനസ്സിലാണല്ലേ? അതായത് ഖൽബിന്റെ മഹബത്ത് ഓൽക്കല്ല കൊടുക്കണ്ടേ. സഹകരണം വേണം. ഇപ്പൊ ഒരു കച്ചവടക്കാരനെ അപ്പുറത്ത്, അയാളൊരു മുസ്ലിമാണ്, അയാൾ അമുസ്ലിം ആയി എന്നുള്ളതുകൊണ്ടാണ് പോണ്ടാന്നാ, അങ്ങനല്ല. ഖൽബോണ്ടൊരു ഹുബില്ലേ, ഖൽബിന്റെ ഹുബ് അത് അവർ കൊടുക്കാനുള്ളതല്ല. ഖൽബിന്റെ ഹുബ് അള്ളാഹുവിന്റെ മിത്രങ്ങൾ കൊടുക്കാനുള്ളതാണ്. വന്നദരി ഫിൽ മസായിലി വദ്ദലായിലി, അതുപോലെ തന്നെ മസ്അലകൾ അതിൽ ചിന്തിക്കാനുള്ളതാ ഖൽബ്, തെളിവുകളിൽ ചിന്തിക്കണം. വൽ ഇഹ്തിമാമി ഫി ഹവായിജിൽ ഇയാലി, ഭാര്യ സന്താനങ്ങൾക്ക് എവിടുന്ന് ചെലവ് കൊടുക്കണം, അതിനെന്ത് മാർഗങ്ങൾ, അത് ചിന്തിക്കാനും പരിഗണിക്കാനും ഇതിനൊക്കെ ഉള്ളതാ ഖൽബ്. ഇതാണ് സത്യത്തിൽ ശുക്ർ. ഈ ശുക്ർ ചെയ്യാതിരുന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഖുൽ ഹുവല്ലദീ അൻശാകും, പറയൂ നബിയെ, അവനാണ് നിങ്ങളെ പടച്ചവൻ. അല്ലാഹു നിങ്ങളെ പടച്ചവനാണ്, സംവിധാനിച്ചവനാണ്. وجعل لكم السمع والابصار والافئده قليلا ما تشكرون, നിങ്ങൾക്ക് കേൾവി ശക്തി, കാഴ്ച ശക്തി, മനസ്സ് അല്ലാഹു സംവിധാനിച്ചു തന്നു. വളരെ കുറച്ചേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്ത് നമുക്കൊരു മരുന്നാണ്. അങ്ങനെ പ്രയോഗവൽക്കരിക്കണം കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ട് കാതും കൂർപ്പിച്ച് ശരിക്കും കേട്ടോ. ഹദീസ് ഞാൻ വായിക്കാം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു അബ്ബാസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മനിസ്തഖാൽ ഇർസഹു, പല്ലുവേദന വന്നാൽ, പല്ലുവേദന ഉണ്ടോ? പല്ലുവേദന വന്നാൽ ഫല്ലല്ലാഹു ഇസ്ബാഹു അലൈഹി, വേദനയുള്ള പല്ലിന്റെ മേലെ വിരല് വെക്കാൻ, വിരല് വെക്കാൻ. എന്നിട്ട് ഈ ആയത്ത് ഓതി. ഏതായത്ത്? പോതി ആയത്ത് ഏതാ? ഖുൽ ഹുവല്ലദീ അൻശാകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തഷ്കുറൂൻ. എത്ര വട്ടം? 7 മർറാത്ത്. എത്ര വട്ടം? 7 വട്ടം. ഇതിനോട് കൂടെ ചേർത്തി അൻആം സൂറത്തിലെ 98-ാമത്തെ ആയത്തും ചില റിപ്പോർട്ടുകളിൽ കാണാം. അൻആം സൂറത്തിലെ 98, അതും വഹുവല്ലദീ അൻശാകും തന്നെ, അവിടെ അതിന്റെ തുടക്കം. ഇത് സൂറത്ത് തബാറക്കയിലെ 23-ാമത്തെ ആയത്താണ് നമ്മൾ ഈ പറഞ്ഞത്. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ. ഇത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ, ഇതിപ്പോ ഒരു സുന്നത്താണ്. ഹദീസാണ് ഞാൻ വായിച്ചത്, സുയൂത്തി ഇമാം തങ്ങൾ കൊണ്ടുവന്ന ഹദീസ്, തഫ്സീറിലതാ വായിച്ചത്. ഇത് നമ്മൾ വിശ്വസിച്ച് അംഗീകരിച്ച് ചെയ്യണം. പല്ലുവേദന ഉണ്ടോ? അങ്ങോട്ടെ ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. ഇന്ന് ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ആയത്ത് കിട്ടുന്നു. ആയത്ത് ആ പറഞ്ഞ ഹദീസിൽ ശരിയാണെങ്കിൽ എന്റെ വേദന മാറും. അതിന് ഇതിന് നിൽക്കരുത് കേട്ടോ, ആ പോയത്തത്തിന് ഇതിന് നിൽക്കരുത്. ഇത് നിങ്ങൾ വിശ്വസിച്ച് ഉൾക്കൊണ്ട് ചെയ്യാനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? പല്ലുവേദന മാറില്ല.
എന്നാ സംഗതി എന്തോ ഒരു കുഴപ്പമുണ്ട്, ഒന്നുകിൽ പറഞ്ഞത് ശരിയല്ല. സുബ്ഹാനല്ലാഹ്, ഇത് തഫ്സീൽ സുയൂത്തി ഇമാം കൊണ്ടുവന്നത് തബാറക്കന്റെ ആയത്തിന്റെ തഫ്സീൽ കൊണ്ടുവന്നപ്പോ പറഞ്ഞത് 23-ാമത്തെ ആയത്ത് വിശദീകരിച്ചപ്പോൾ കൊണ്ടുവന്ന ഹദീസാണ്. പല്ലുവേദന വന്നാൽ വേദന വന്ന പല്ലിന്റെ മേലെ വിരല് വെച്ച് 7 പ്രാവശ്യം മോദനം. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കും സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم من أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون.